മഹത്തുക്കൾ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ സ്വീകാര്യയോഗ്യരായ അടിമകളാണ്. മനുഷ്യരിലും ജിന്നുകളിലും മാത്രം അല്ല അല്ലാഹു അവർക്ക് ആദരവ് നൽകിയത്. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ മുഴുക്കയും മഹാരഥന്മാരെ അനുസരിക്കുകയും അംഗീകരിക്കുകയും അവർ പറയും പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മഹത്തുക്കളിൽ ഏറ്റവും വലിയ മഹത്വമുള്ള മഹാന്മാരാണ് അമ്പിയാക്കൾ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബ. അവർക്ക് വലിയ മഹത്വമുണ്ട്. അവരാണ് ഔലിയാക്കളിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മഹാന്മാർ. അവരെ കഴിച്ച് പിന്നെ ശേഷമുള്ള ഔലിയാക്കളെല്ലാം ആ സ്വഹാബിമാർക്ക് എത്രമാത്രം വലിയ സ്വീകാര്യത അല്ലാഹു നൽകിയിട്ടുണ്ട്, എത്രമാത്രം വലിയ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. അവരുടെ വാക്കുകൾ സ്വീകരിക്കുന്നത്, അവര് പറയുമ്പോൾ അനുസരിക്കുന്നത് മനുഷ്യന്മാര് മാത്രമല്ല, മറ്റു ജീവജാലങ്ങളും അനുസരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഖൈറുവാൻ എന്ന് പറയുന്ന പ്രദേശത്ത് കുടികെട്ടി താമസിക്കാൻ ഉദ്ദേശിച്ച സ്വഹാബിമാരിൽ ചിലർ, ഖൈറുവാൻ വലിയ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ധാരാളം കാടുകളുള്ള സ്ഥലത്ത് വന്യജീവികൾ ഉണ്ടാകും, ഇഴജന്തുക്കൾ ഉണ്ടാകും, പലതരം പ്രാണികളും ഉണ്ടാകും, പക്ഷികളും ഉണ്ടാകും, പലതും. അവരാരെയും ശല്യം ചെയ്യാൻ പാടില്ല. മഹത്തുക്കൾ ഒരു സൃഷ്ടിയെയും ശല്യം ചെയ്യുകയില്ല. ആ ഖൈറുവാൻ എന്ന പ്രദേശത്തുള്ള കാടിൻ പ്രദേശത്ത് പോയിട്ട് സ്വഹാബിമാരിൽപ്പെട്ട ചിലര് വിളിച്ചു പറഞ്ഞു, കാട്ടിൽ വസിക്കുന്ന ജീവികളെ, ഞങ്ങളിവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് മാറിത്തരണം. അതവര് പറയുമ്പോഴേക്ക് ഓരോ തള്ളകളും അവരെ കുട്ടികളെ എടുത്ത് ഓടാൻ തുടങ്ങി. ഒരു ഭാഗത്തുകൂടെ കുരങ്ങന്മാർ ഓടുന്നു, വേറൊരു ഭാഗത്തുകൂടെ പുലി ഓടുന്നു, സിംഹം ഓടുന്നു, ആനകൾ ഓടുന്നു. കാട്ടിലുള്ള ജീവികളെല്ലാം അവയുടെ കുടുംബസമേതം വീട് വിട്ടൊഴിയുകയാണ്. അവര് സ്വഹാബിമാർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. സ്വഹാബിമാർ ഈ പറഞ്ഞ ഭാഷ അറബിയിലാണ് അവർ പറഞ്ഞത്. ഏത് ഭാഷയിൽ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് മനസ്സിലാകും. കാരണം പറയുന്നത് മഹത്തുക്കളാണ്. അവരുടെ ഏത് ഭാഷയും ജീവജാലങ്ങൾക്ക്, അചേതന വസ്തുക്കൾക്കൊക്കെ തിരിയും. അത് വെള്ളത്തിനോട് നടക്കാൻ പറഞ്ഞാൽ വെള്ളം നടക്കണം, ഒഴുകിക്കൊള്ളണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് കത്തെഴുതി. അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു മിസ്റിൽ ഗവർണറായ സമയത്താണ്. മഹാനവർകൾ അവിടുത്തെ ഗവർണറായി. അവരെ പേരിൽ സ്ഥാപിതമായ വലിയ പള്ളി മിസ്റിൽ പോയാൽ നമുക്ക് ഇന്നും കാണാൻ പറ്റും. വലിയ പള്ളിയാണ്, നീളമുള്ള പള്ളി. ഇവിടെ വരുന്ന ആളുകളൊക്കെ ആ പള്ളിയിൽ കൊള്ളും. അത്രമാത്രം വലുപ്പമുള്ള പള്ളി. മഹാനവർകൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ദുരാചാരം കാണുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ ചമഞ്ഞൊരുക്കി എല്ലാവിധ ആഭരണങ്ങളും ധരിപ്പിച്ച് കുടുംബക്കാരും നാട്ടുകാരുമെല്ലാം ചേർന്ന് ഒരു ജാഥയായിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. മഹാനവർകൾ ചോദിച്ചു, എവിടേക്കാണ് ഈ പോക്ക്? നാട്ടുകാര് പറഞ്ഞു, ഈ നൈൽ നദിക്കൊരു സ്വഭാവമുണ്ട്, വർഷത്തിൽ അതിന്റെ ഒഴുക്ക് നിലക്കും. അപ്പൊ അതിന്റെ താഴ്ഭാഗത്ത് ആ വെള്ളം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെയാകും. വെള്ളം ഒഴുക്ക് നിലച്ചാൽ മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകാതിരുന്നാൽ വെള്ളം കിട്ടാതെയാകും. അവിടെയുള്ള കിണറുകളിലും കുളങ്ങളിലൊക്കെ വെള്ളം വറ്റിപ്പോകും.
അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടാകും. അതിന് ജനങ്ങൾ ചെയ്യുന്ന ഒരു തീരുമാനമാണ്, ഒഴുക്ക് നിലക്കുമ്പോൾ നാട്ടിലെ മധുര 17കാരിയായ ഒരു പെണ്ണിനെ സർവവിധ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി ചമയിച്ചൊരുക്കി കടൽ തീരത്തേക്ക് ആനയിക്കും. നൈൽ നദിയുടെ ഭാഗത്തേക്ക് ആനയിച്ച് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഈ പെണ്ണിന്റെ ശരീരം കവർന്നെടുക്കാൻ ഒരു വലിയ ജീവി വരും. ഈ പെണ്ണിനങ്ങ് കൊണ്ടുപോകും, പിന്നെ തിരിച്ചു കിട്ടില്ല. അതോടുകൂടെ നൈൽ നദി ഒഴുകുകയും ചെയ്യും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് പറ്റില്ല, ഞാൻ ഖലീഫക്ക് കത്ത് എഴുതട്ടെ, ശേഷമേ നിങ്ങൾ ഈ പരിപാടിക്ക് മുതിരാവൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് എഴുതി, ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചെഴുതുന്നത്, ഞാൻ നൈൽ നദിക്ക് ഒരു കത്ത് എഴുതി തരാം, നിങ്ങൾ അതിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. ആ കത്ത് പൊളിച്ച് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വായിച്ചു. അതിലുള്ളത് അയ്യുഹൻ നീൽ, ഓ നൈൽ നദി. നൈൽ നദിയെ വിളിക്കുന്നു ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും തെറിയ തുറക്ക ചെല്ലണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ നൈൽ നദിയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇൻ കുന്ത തജ്രി ബിഅംരിക ഫലാ തജ്രി വഇൻ കുന്ത തജ്രി ബിഅംരില്ലാഹി ഫജ്രി. നൈൽ നദി, നീ നിന്റെ സ്വയാഭിപ്രായ പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകേണ്ടതില്ല. നിന്റെ സ്വന്തം തീരുമാനമനുസരിച്ചാണോ നീ ഒഴുകുന്നത്, ഒഴുകേണ്ടതില്ല. അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ചാണോ നീ ഒഴുകുന്നത്, എന്നാൽ നീ അങ്ങ് ഒഴുകിയേക്കണം. നിന്നോടിത് പറയാൻ ഞാൻ ആരാണെന്നോ, വഅന ഖലീഫത്തുല്ലാഹി ഫിൽ അർളി, ഞാൻ ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖലീഫയാണ്, പ്രതിനിധിയാണ്. എന്നെ പറയാൻ ഏൽപ്പിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതങ്ങ് സ്വീകരിച്ചു കൊള്ളണം. നൈൽ നദിയിലേക്ക് ഈ കത്ത് കൊണ്ടുപോയി ഇട്ട അന്നു മുതൽ പിന്നെ നൈൽ നദിക്കൊരു സൂക്കേടുമില്ല. നൈൽ നദി നിങ്ങൾ നോക്ക്, അതിനെപ്പറ്റി ഒരു ജീവനുള്ള വസ്തു എന്ന് വിശേഷിപ്പിക്കുമോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ മഹാന്മാർ അവരാർക്ക് കത്തെഴുതിയാലും ആരോട് പറഞ്ഞാലും ജവാബ് ലഭിക്കും. അതുകൊണ്ടല്ലേ ജാഫർ തയ്യാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോകുമ്പോ, അള്ളാഹുവിന്റെ ഹബീബേ, ദാഹം കൊണ്ട് ശമിക്കാൻ വയ്യ, വല്ലാത്ത ദാഹമുണ്ട്, എനിക്ക് വെള്ളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പർവ്വതം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ജാഫറേ, ആ പർവ്വതത്തിന്റെ അടുത്ത് പോയി എന്റെ ഒരു സലാം പറയൂ. ആ പർവ്വതത്തോട് വെള്ളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തരാൻ വേണ്ടി പറയണം. ആരോടാണ് പറയുന്നത്? പർവ്വതത്തിനോടാ പറയുന്നത്. സഹോദരങ്ങളെ, പർവ്വതത്തിന്റെ അടുത്ത് പോയിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഉള്ളിൽ വെള്ളമുണ്ടെങ്കിൽ എനിക്ക് കുടിപ്പിക്കാൻ വേണ്ടി തരാൻ പറഞ്ഞിട്ടുണ്ട്. സലാം മടക്കുന്നു. വഅലൈക്കസ്സലാമു യാ റസൂല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതരായ ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. നിങ്ങളൊരു കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. മുൻദു സമയത്തു ഖൗലല്ലാഹി തആല, അല്ലാഹു തആല ആയത്തിറക്കിയ ഒരു ആയത്ത് കേട്ടത് മുതൽ. എന്താണ് ആയത്ത്? വഖൂദുഹന്നാസു വൽ ഹിജാറ ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ. ജനങ്ങളെ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. എന്താണ് ആ നരകത്തിന്റെ സ്വഭാവം? വഖൂദുഹന്നാസു വൽ ഹിജാറ, അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. വലിയ വലിയ പാറക്കല്ലുകളാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. ഏറ്റവും ചൂട് കൂടുതൽ ദുനിയാവിൽ ഏത് കല്ലിനാണോ, അതേ കല്ലാണ് നരകത്തിലും ചൂടാക്കാൻ വേണ്ടി അല്ലാഹ് കൽപ്പിക്കുന്നത്. കിബിരീത്തല്ലയോ ഇവിടെ ഏറ്റവും ചൂടുള്ള കല്ല്. ആ കല്ല് നരകത്തിലിട്ട് ചൂടാക്കിയാൽ എത്ര ഗൗരവമുണ്ടാകും ആ ചൂട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
ഈ ആയത്ത് ഇറങ്ങിയത് കേട്ടത് മുതൽ ഞാൻ കരയാൻ തുടങ്ങി. പർവ്വതം പറയാണ്, ആയത്ത് കേട്ട അന്നു മുതൽ കരയാൻ തുടങ്ങി. ഈ പർവ്വതത്തിന്റെ ഉള്ളിലൊരൊറ്റ കല്ലും നരകത്തിൽ കത്തിക്കുന്ന കല്ലാകരുത്. ഈ പർവ്വതത്തിന്റെ ഉള്ളിലും മുകളിലും ഉയർന്നു നിൽക്കുന്ന ധാരാളം പാറക്കല്ലുകളുണ്ട്. ഒന്നും നരകത്തിന്റെ മെമ്പറാകരുതെന്ന് കരുതി കരയാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഉള്ളിൽ വെള്ളം തീരെയില്ല. കരഞ്ഞ് 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 എന്റെ വെള്ളം മുഴുവനും ചുടുബാഷ്പങ്ങളായി താഴേക്ക് ഉറ്റി ഉറ്റി വീണിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ വെള്ളമില്ല. എങ്ങനെയാണ് ആ പർവ്വതം സംവദിച്ചത്? ഫസീഹായ ഭാഷയിലാണ്, സ്ഫുടമായ അറബി ഭാഷയിലാണ്. ഞാൻ എന്തിനാണ് ഈ സംഭവങ്ങൾ പഠിയും? ശൈത്താൻ പറയുന്നത് കേൾക്കാൻ അവരെ കിട്ടില്ല. കാരണം അവർ ശൈത്താന്റെ അടിമകളല്ല, അവർ അല്ലാഹുവിന്റെ അടിമകളാണ്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ ഇഷ്ടദാസന്മാരെ നിനക്ക് ആധിപത്യം സൃഷ്ടിച്ച് കീഴിലാക്കാൻ കഴിയില്ല, അവരെ സ്വാധീനിക്കാൻ നിനക്ക് കഴിയില്ല. നമ്മളൊക്കെ എത്ര സാധുക്കളാണ്. ആ മഹാരഥന്മാരെ കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പിശാചിന്റെ ചാബല്യങ്ങളിൽ നമ്മൾ എത്രയാണ് വീണുപോയത്. അവന്റെ ജൽപ്പനങ്ങളിൽ നമ്മൾ എത്രയാണ് വീണുപോയത്. എത്ര ചെറുദോഷങ്ങളാണ്, വൻദോഷങ്ങളാണ് നമ്മിൽ നിന്ന് അനുദിനം വരുന്നത്. പിശാചല്ലേ നമ്മളോടതെല്ലാം സ്വാധീനം കൊണ്ട് കൽപ്പിക്കുന്നത്. അതേ സമയത്ത് ഒരൊറ്റ കറാഹത്ത് ചെയ്യിപ്പിക്കാൻ, ഒരൊറ്റ ഹറാമ് ചെയ്യിപ്പിക്കാൻ പിശാചിന് മഹാന്മാരെ പ്രേരിപ്പിക്കാൻ കഴിയൂല. അപ്പോൾ അവരെ മനസ്സും ശരീരവും എത്രമാത്രം മഹത്വമുള്ളതാണ്. അവരെ ഒന്ന് ഫിത്നയിലാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച് 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 അവസാന തടവും പയറ്റി നോക്കും, പക്ഷേ സാധിക്കുകയില്ല. അങ്ങനെ വട്ടം കറക്കുന്ന ചോദ്യവുമായി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പിശാചി രൂപം പ്രാപിച്ചു വന്നിട്ടുണ്ട്. കൊടുക്കുന്ന തരം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗണ്ണനവും മണ്ണനവും ഒത്ത രീതിയിൽ ഉഗ്രൻ മറുപടി കൊടുത്തപ്പോ പിശാച് പറഞ്ഞു, 70 ആലിമീങ്ങളെ ഈ ചോദ്യം കൊണ്ട് ഞാൻ പിഴപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ പിഴപ്പിക്കാൻ എനിക്ക് മാർഗമില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ലോകത്തിലെ വലിയ വലിയല്ലേ? അവര് വലിയല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ വലിയ? അവരെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ മഹാപണ്ഡിതനല്ലേ? അവർക്ക് ശേഷം വന്ന ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പിഴപ്പിക്കാൻ ഇബ്ലീസ് നേരം ചമഞ്ഞു വന്നത്, ആസൂത്രണം നൽകിയത് കൊടും വിശപ്പിന്റെ നേരത്താണ്. വിശപ്പിന്റെ നേരത്തും താല്പര്യമുള്ള നേരത്തും അവന്റെ ജൽപ്പനങ്ങളിൽ പെട്ടുപോകുന്നവർ കുടുങ്ങിയില്ലേ? യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, വഅബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. അബ്ദുൽ ഹവാ, സ്വേച്ഛതക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നവൻ, യംതാസു മിൻ അബ്ദി റബ്ബിഹി, അല്ലാഹുവിന്റെ ഇഷ്ടദാസനിൽ നിന്നവൻ വേർപിരിയുന്നു. ലദാ ശഹവത്തിൻ, താല്പര്യങ്ങൾ വരുമ്പോൾ. താല്പര്യങ്ങൾ വരുമ്പോ മഹത്തുക്കളും അല്ലാത്തവരും തമ്മിൽ വേർപിരിയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനാകുന്ന നേരത്ത് വേറെ ഒന്നും ചിന്തയില്ലെങ്കിൽ ഉടനെ ഭക്ഷണം കഴിക്കും. സൂക്ഷ്മതയുള്ള മഹാന്മാരോ അവരന്വേഷിക്കും, എവിടുന്നാണ് ഈ ഭക്ഷണം? കൊടും വിശപ്പിന്റെ നേരത്താണെങ്കിലും അവർ ചോദിക്കാൻ മറക്കില്ല, എങ്ങനെയാണ് ഈ ഭക്ഷണം? ഇതെവിടുന്നാണ് രൂപപ്പെടുത്തിയത്? കൂടുതൽ ടേസ്റ്റ് തോന്നിയാൽ ഒന്നുകൂടി അതിനെപ്പറ്റി അന്വേഷിക്കും.
പാല് കുടിക്കുമ്പോ കൂടുതൽ രുചി തോന്നിയിട്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്? അടിമയോട് പാല് നല്ല രുചിയുണ്ടല്ലോ, എവിടുന്നാണ് കിട്ടിയത്, എവിടുന്നാണ് വാങ്ങിയത്? അപ്പോഴാണ് അടിമ പറഞ്ഞത്, ഞാൻ അജ്ഞാന കാലഘട്ടത്തിൽ ഒരു വിവരവും ഇല്ലാത്തൊരു കാലം ഇവിടെ കഴിഞ്ഞല്ലോ, ജാഹിലിയ്യ കാലം. അന്ന് ഞാൻ ജ്യോതിശാസ്ത്രം അറിയുമെന്ന് പറയുന്ന ആളായിരുന്നു. ജ്യോതിശാസ്ത്രം എന്നൊരു വിവരം ഉണ്ട്, അതറിയുന്ന പലരും അന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. എന്നെ പലരും അതനുസരിച്ച് സമീപിക്കും. പലർക്കും ഞാൻ പല മാർഗങ്ങളും പറഞ്ഞു കൊടുക്കും. അന്ന് പറഞ്ഞു കൊടുത്തതിന് കിട്ടിയ ഒരു ഫലമാണ് ഞാനിപ്പോ കൊണ്ടുവന്നത്. ആ ഫലം ഉപയോഗിച്ചിട്ടാണ് പാല് വാങ്ങിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് ടേസ്റ്റ് കൂടിയത് കൊണ്ടാണ്. ടേസ്റ്റ് കൂടിയപ്പോ മഹാനവറുകളുടെ മനസ്സിൽ വന്നത് ഇതിലെന്തോ പന്തികേടുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ സാധുക്കളാണ്, നമുക്കെന്തറിയാനാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അണ്ണാക്കിലേക്ക് കൈയിട്ടു, മുഴുവനും ഛർദിച്ചു. രക്തത്തിന്റെ കളറ് വരുന്നത് വരെ ഛർദി തുടർന്നു പോയി. അപ്പൊ അവര് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. താല്പര്യങ്ങൾ വരുന്ന നേരത്തെ അന്വേഷിക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പത്തിരി സ്പീഡിൽ ചുട്ടുകൊണ്ടുവന്നപ്പോ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് എവിടുന്നാണ് പത്തിരി ലഭിച്ചത്? അത് ചോദിച്ചപ്പോ വീട്ടുകാര് പറഞ്ഞു, അതാ നമ്മുടെ അയൽവാസിയായ സ്വാലിഹ് എന്ന മനുഷ്യൻ. ആ സ്വാലിഹ് എന്ന മനുഷ്യന്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ പത്തിരി ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് പത്തിരി ആവശ്യമുണ്ടാകുമെന്ന് കരുതി പെട്ടെന്ന് ചുട്ടുകൊണ്ടുവന്നതാണ്. സ്വാലിഹ് എന്ന് പറയുന്ന അയൽവാസിയുടെ ഭാഗത്തേക്കുള്ള കവാടം കൊട്ടിയടച്ചു. പത്തിരി എനിക്ക് വേണ്ട. കാരണം സ്വാലിഹ് എന്ന മനുഷ്യൻ, അയാള് സുൽത്താൻമാരുടെ ഭരണാധികാരികളുടെ പാരിതോഷികം പറ്റി ജീവിക്കുന്ന ആളാണ്. ആ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റൂല. കുടുംബക്കാര് പറഞ്ഞു, ഞങ്ങൾക്കും ആ ഭക്ഷണം വേണ്ട. നിങ്ങൾ നോക്ക്, ഭക്ഷണം വിളമ്പിക്കഴിയുന്ന സമയത്ത് അവരൊന്ന് ഒരു ഡിവൈഡ്, അവരും നമ്മളും തമ്മിലുള്ള മാറ്റം. താല്പര്യങ്ങൾ വരുമ്പോഴുള്ള മാറ്റമാണ്, ആഗ്രഹങ്ങൾ വരുമ്പോഴുള്ള മാറ്റമാണ്. അവര് നന്നായി ചിന്തിക്കുന്നു, അത് ശരിയാണോ ശരിയല്ലേ വിലയിരുത്തിയിട്ട് 100% ബോധ്യപ്പെട്ടാലേ അവരത് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കൂല. എത്ര പട്ടിണിയിലായിരിക്കുമ്പോഴാണ് ശൈഖ് ജീലാനി തങ്ങളടുത്ത് ഇബ്ലീസ് പ്രച്ഛന്നവേഷവുമായി വന്നത്. ഇങ്ങനെ ചുറ്റി നടന്ന് പല ഭാഗത്തും നടന്ന് ഭക്ഷണം കിട്ടിയാൽ കഴിക്കായിരുന്നു എന്നുള്ള താല്പര്യത്തോടെ ശൈഖ് ജീലാനി തങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു. അടുത്ത വിശപ്പ്. ആ വിശപ്പ് ഉൾക്കൊള്ളുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ നോക്കാമെന്നാണ് ഇബ്ലീസിന്റെ ധാരണ. താല്പര്യം എങ്ങനെ വരും? മേലോട്ട് പോകാനുള്ള താല്പര്യം വരും, അതിലും കൊടുക്കും. അങ്ങനെയാണ് ബർസീസയെ കൊടുക്കിയത്. മേലോട്ടിൽ ഇങ്ങനെ കയറാനുള്ള താല്പര്യം. ഒരാഴ്ച വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, നിസ്കാരം, ഊണുമില്ല, ഉറക്കില്ല. നമ്മൾ പറയുന്ന ഊണും ഉറക്കില്ലാതെ എന്നല്ല, കുറച്ചെങ്കിലും ഉണ്ടാകും. കൂടുതലില്ലാത്തതുകൊണ്ടാണ് ഊണും ഉറക്കില്ലാതെ എന്നത്. ഇത് തീരല്ല, 24 മണിക്കൂറില്ല. ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന, ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ബർസീസ ഒരാഴ്ചന്റെ ഇടയ്ക്ക് ഇയാളൊന്നിങ്ങനെ നോക്കി, ആരാണ് ഇയാള്? നോക്കിയപ്പോ തന്നെ ഇബ്ലീസിന് മനസ്സിലായി, നോക്കിയല്ലോ, അതുകൊണ്ട് ഇനി വല വീശാ നോക്കരുതായിരുന്നു. എന്തോ ആയിക്കോട്ടെ, നോക്കരുതായിരുന്നു. ചിലർ കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് മേലോട്ട് കയറുന്ന രീതിയിൽ പോയി കുടുങ്ങും. പിന്നെ ഈമാനുമില്ല, ഇസ്ലാമുമില്ല, ഫർളുമില്ല, സ്വലാത്തുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, ആകെ പിടുത്തം പെട്ടെന്ന് കയറി. അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കും. എന്നിട്ട് വൈത്താലെ പോയി നോക്കുമ്പോ അത് പറ്റ അപകടം. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ 1-2 എന്തെങ്കിലുമൊക്കെ ഒരു ചപ്പടി ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ പറയും, ഇതൊന്നും വേണ്ട, അതൊക്കെ വേറെ, നിങ്ങൾക്കത് അറിയാത്തോണ്ടാണ്.
നിസ്കരിച്ചിട്ട് കാര്യം കിട്ടുകയാണെങ്കിൽ എത്ര കിട്ടണം? നിസ്കരിച്ചിട്ടൊന്നുമല്ല കാര്യം, ഈമാനാണ് കാര്യം. അതിനു എന്തെങ്കിലും ആയത്തോത്. എന്താ ആയത്തോത്? അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്തിനു ആയത്തോതല്ലേ? ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതൊക്കെ ഈമാനുള്ള ആളുകളെ പോലെ രണ്ടും ഒരുപോലെ ആയിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? അവിടെ ആ പരിപാലനത്തെക്കാളും ഏറ്റവും നല്ലത് ഈ ഈമാനാണ്. ഈമാൻ മതി, കർമ്മം വേണ്ട. അപ്പൊ കേൾക്കുന്ന സാധു, ഓ ഇത് ഖുർആനുള്ള ആയത്തായിട്ട് ഇതുവരെ ഓതി കേട്ടിട്ടില്ല, ഇതന്നെ തെളിവ്. അയാളെ മനസ്സിൽ പിശാച് പറഞ്ഞു, അതെന്നെ തെളിവ്, അവിടെ പിടിച്ചിരുന്നു. അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് കയറുന്നില്ല. ബർസീസ നോക്കിയപ്പോ നോക്കിയല്ലോ, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി നോക്കി. ചോദിക്കണ്ട, നിസ്കരിക്കേ, ദിക്റ് ചൊല്ല്, പോയിക്കോട്ടെ. അല്ലാഹു തആല ഇവിടെ തന്നൊരു കഴിവില്ലേ, ആ കഴിവിലൂടെ റബ്ബിന്റെ ഹദ്റത്തിലേക്ക് ചേരുക. എത്ര വലിയ കഴിവാണ്! ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കാനുള്ള കണ്ണ് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഈ ഇരുട്ടിന്റെ അപ്പുറം നമ്മൾ എന്താ കാണുന്നത്? ഇരുട്ടിന്റെ അപ്പുറം എന്ത് കാണുന്നു? ലൗഹിലേക്ക് നോക്കാനുള്ള കണ്ണ് അത് ഔലിയായിന് അല്ലാഹു കൊടുത്തു. ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ മഹാന്മാരായ സ്വഹാബത്തിനും ആ കണ്ണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മേലെ വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ മദീനയിൽ നിന്ന് 1500 കിലോമീറ്റർ അപ്പുറത്ത് പോയിരിക്കുന്ന, ഗസ്വത്തിന് വേണ്ടി പോയിരിക്കുന്ന, സമരത്തിന് വേണ്ടി പോയിരിക്കുന്ന, പ്രതിരോധത്തിന് പോയിരിക്കുന്ന ബഹുമാനപ്പെട്ട സാരിയത്ത് ഇബ്നു ഹിസ്ൻ റളിയല്ലാഹു അൻഹുവിനെ നിയന്ത്രിച്ചു. ഖുതുബന്റെ ഇടയിൽ യാ സാരിയ അൽ ജബൽ അൽ ജബൽ, വേറൊന്നുമില്ല. നടുവിൽ വന്ന് മദീനത്തെ പള്ളിയിൽ ഖുതുബക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടി വന്ന ആളുകൾ ഹംദും സ്വലാത്തിന്റെ ഇടയിൽ ഒരു പുതിയ വാചകം. സാരിയത്ത് ബിൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലില്ല. യാ സാരിയ അൽ ജബൽ അൽ ജബൽ. 2 ആഴ്ച കഴിഞ്ഞു. സാരിയത്ത് ബിൻ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങളെയാണല്ലോ അമീറുൽ മുഅ്മിനീൻ മിമ്പറിൽ നിന്ന് വിളിച്ച്, നിങ്ങൾ കേട്ടോ? മഹാനവറുകൾ പറഞ്ഞു, കേട്ടു എന്നല്ല, ആ വിളിയാളമെങ്ങാനും കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഒരൊറ്റ സ്വഹാബിയും ഇങ്ങോട്ട് മടങ്ങി വരില്ല, ഒക്കെ ഷഹീദായിട്ടുണ്ടാകും. വലിയൊരു നിർദ്ദേശമാണ് ആ കിട്ടിയത്. ആ നഹാവന്തിന്റെയും മദീനയുടെയും ഇടയിൽ എത്ര മലയിടക്കുകളുണ്ട്, എത്ര മറകളുണ്ട്. മറകൾ അവർക്ക് പ്രശ്നമല്ലല്ലോ, ദൂരം അവർക്ക് പ്രശ്നമല്ലല്ലോ. കാരണം അവരെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല ആ രൂപത്തിലല്ലേ നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ദൂരവും മരവും പ്രശ്നമല്ലാതെ ശബ്ദവും കാര്യങ്ങളൊക്കെ നോക്കിക്കാണുകയാണ്. അപ്പൊ നമ്മളെ കയ്യിലുള്ള ഈ ഉപകരണത്തെക്കാളും വലിയ ലൈറ്റാണ് അവർക്കുള്ളത്. നമ്മളെ കയ്യിലുള്ള ഉപകരണം നിങ്ങൾ നോക്ക്, ചില ഭാഗങ്ങളിൽ ഇപ്പോഴും അതിന് റേഞ്ച് ശരിയില്ല, ചിലപ്പോൾ വിളിച്ചാൽ ഇപ്പോഴും കിട്ടുന്നില്ല. 1500 കിലോമീറ്റർ അപ്പുറത്തേക്കാ വിളിക്കുന്നതിൽ പിന്നെ ഇതിന്റെ കഥ പറയും വേണ്ട. ആ അവസ്ഥയിലേക്കല്ലേ അത് മാറിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പോലെ എത്ര മഹത്വമുള്ള കണ്ണ് ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതേ, ഇങ്ങോട്ട് തിരിച്ചൊന്ന് ടോർച്ചടിച്ചു നോക്കാൻ പറ്റുന്ന ഖൽബ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ബർസീസക്ക് ലോഹുൽ നോക്കിയിട്ട് വിവരം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ചെറിയ കഴിവാണോ? അതിന് ശുക്ർ ചെയ്ത് ആ ശുക്ർ വീണ്ടും വർദ്ധിപ്പിച്ച് ആ മാർഗങ്ങളിൽ അങ്ങനെ പോയാൽ മതി. പക്ഷേ ശഹ്വത്താണ് അവിടെ പിശാച് മാധ്യമമാക്കിയത്. ഒരിക്കൽ നോക്കി പിന്നെ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ അല്ലാഹു തആലാന്റെ ഒരു അടിമൻ. എത്ര തവാളോടെ പറഞ്ഞു, ഞാൻ അള്ളാഹിന്റെ ഒരു പാവപ്പെട്ട അടിമൻ. ഞാൻ ഇങ്ങനെ നിസ്കരിക്ക, ശുക്ർ ചെയ്യുക, അല്ലാഹു തആലാക്ക് വേണ്ടി ഇബാദത്ത്. അല്ല, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ. ഇബാദത്തിന്റെ രസം കിട്ടിയാ പിന്നെന്ത് ഉറക്കം? നിങ്ങൾക്ക് കുടുംബമൊക്കെ അല്ലേ? കുടുംബമൊക്കെ ഉണ്ട്, പക്ഷെ ഈ രസത്തിനേക്കാളും ഈ ഒരു മധുരത്തിനേക്കാളും വലിയ മധുരല്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് കിട്ടണോ? എന്നാ നമ്മളെ സബീലിൽ പോരണം. അവിടെ വിഷയം. നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ ഞാൻ പറയും പോലെ നിങ്ങൾ ചെയ്യണം. അപ്പൊ ആ പറയുന്നത് തീർത്തും പറഞ്ഞു കൊടുക്കുന്ന, കൽപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ തീർത്തും
ശരീഅത്തിന് എതിരുള്ള കാര്യമാണ്. എന്താണ് ആ വേഷം കെട്ടി വന്ന ശൈത്താൻ പറഞ്ഞത് ബർസീസയോട്? നിങ്ങൾക്ക് ഇത്രയും വലിയ മാധുര്യം ആരാധനയിൽ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ചെറിയ തെറ്റ് ചെയ്യാം. അപ്പൊ ഖൽബിന്റെ ഉള്ളിൽ ഒതുക്കാനാകാത്ത അത്രയും വലിയ ഖേദം വരും. അപ്പൊ നിങ്ങൾ ഇബാദത്തിൽ അങ്ങോട്ട് മുഴുകും, പിന്നെ നിങ്ങൾ എണീക്കൂല. എന്താ നോക്ക്, സൂത്രം നോക്ക്. നിങ്ങൾ തെറ്റൊക്കെ ചെയ്യാ, റമദാൻ മാസം തൗബ ചെയ്യാന്ന് മനസ്സിലാക്കും പോലെയാണത്. തെറ്റിപ്പോഴൊക്കെ ചെയ്യാ, റമദാൻ വരാണ്ടല്ലോ, അന്ന് തൗബ ചെയ്ത് മടങ്ങാ, അത് ചിന്തിക്കും പോലെയുള്ള ചിന്തയാണ്. ഒരു തെറ്റ് ചെയ്യാം, അപ്പൊ നിങ്ങളെ മനസ്സിൽ വലിയ ഖേദം വരുമ്പോ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടും നിസ്കരിച്ചിട്ടും ഊതി തീരില്ല. നിങ്ങൾ നോക്കൊടുത്തൊരു സൂത്രം എന്താണ്? ശഹവത്താണ്, താല്പര്യപ്പെടുത്തുക. തെറ്റ് ചെയ്യേ. പർസീസന്റെ ചോദ്യം, ഒരൊറ്റടിക്ക് പോടാ അവിടുന്ന് പറഞ്ഞാൽ മതി, നിന്റെ പണി നോക്കി പോ എന്ന് പറഞ്ഞാൽ മതി. കാരണം പ്രേരിപ്പിക്കുന്നത് എന്തിനാ? തെറ്റ് ചെയ്യാനാ. ഒരു നിലക്കും ഇവനെ പിന്തുടരാൻ പറ്റൂല, അവിടെ തന്നെ തുള്ളണം. കുറച്ചൊക്കെ തെറ്റ് ചെയ്താലും അങ്ങനെ ഉണ്ടാകുമല്ലോ. അപ്പൊ നമ്മളെ മനസ്സിൽ എന്ത് വരും? 100 തൗബ അല്ലല്ലേ സ്വീകരിച്ചത്, 100 കൊന്നാളെ തൗബയല്ലേ സ്വീകരിച്ചത്, ശരീരം മൊത്തം കരിച്ചു കളഞ്ഞ ആളെ തൗബ അല്ലല്ലേ സ്വീകരിച്ചത്. ഇതൊക്കെ നമ്മളെ മനസ്സിലിട്ട് എന്നിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ബർസീസക്ക് തോന്നിയത്. തിരക്കെടില്ല തോന്നിയപ്പോ ബർസീസയുടെ പ്രതിവചനം എന്ത് തെറ്റാ ചെയ്യേണ്ടത്? ഒന്നുമല്ല, നീ ഒരാളെ അങ്ങ് കൊല്ലുക. നഊദു ബില്ലാഹ്, ഒരാളെ കൊല്ലുകയോ കൊല്ലാൻ അങ്ങനെ പറ്റില്ലല്ലോ. ഒരാളങ്ങനെ കൊല്ലാൻ പറ്റുമോ? വെറുതെ കാരണല്ലാതെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ ഞാനില്ല. അതെത്ര മോശപ്പെട്ട വിഷയമാണ്. അല്ലെങ്കിലോ നീ അങ്ങ് വ്യഭിചരിച്ചാൽ മതി, ആരും പിന്നെ അതറിയാനില്ലല്ലോ. നീയും ഒരു അന്യപെണ്ണുമായിട്ട് അവിഹിത ബന്ധം നടത്തുക, അതെത്രമാത്രം വഷളത്തരമാണ്, ഞാൻ അതിനില്ല. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ ആരും അറിയില്ല, പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ കഴിയും. ഒരു ചെറിയ ഔൺസ് കള്ള് കുടിച്ചാൽ മതി. അങ്ങനെ കുടിച്ചാൽ നിങ്ങൾക്ക് വലിയ ദുഃഖം തോന്നും. ആ ദുഃഖത്തിന്റെ ഭാരം ഏറിയിട്ട് നിങ്ങൾക്ക് വലിയ തോബ വരും. ആ തോബയിലായിട്ട് ആരാധനയുടെ മാധുര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. മൂന്നാമത്തത് തിരക്കടില്ല തോന്നിയപ്പോ അവിടെ പ്രസൈഡ്. ഇത് മൂന്നും തെറ്റന്നല്ലേ? ആദ്യം പറഞ്ഞ ആ മുഖദ്ദിമ തന്നെ തെറ്റാണ്. മുഖവുര തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് തൗബ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന് തെറ്റാണ്. അപ്പൊ അവിടെ തന്നെ തള്ളിക്കളയാം. ഇതല്ലേ അഭിപ്രായം പറയുന്നത്? ഇങ്ങനൊക്കെ തെറ്റ് ചെയ്തിട്ട് ആഴ്ചയോളം നിങ്ങൾ നിസ്കരിച്ചത്. അപ്പോൾ ആ ഒരു മദ്യപാനത്തിന് ഒരുങ്ങി, അതിനു വേണ്ടി വേഷം മാറ്റി, അതിനു വേണ്ടി കോലം മാറ്റി, രൂപഭാവങ്ങളൊക്കെ മാറ്റി, ആരാരും കാണാത്ത ഒരു സ്ഥലം അതിനു വേണ്ടി പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് നീങ്ങി. അവിടെ എത്തി നോക്കുമ്പോൾ മദ്യം വിളമ്പിക്കൊടുക്കുന്നത് ഒരു സൗന്ദര്യവതിയായ പെണ്ണാണ്. കുടിച്ചു നോക്കുമ്പോ ശൈത്താൻ പിടിമുറുക്കിയിട്ട് പറഞ്ഞു, എന്തൊരു ഹരമുണ്ട്, ഇത്രയും സാഹസപ്പെട്ട് വന്നിട്ട് ഇത്ര കുടിച്ചാ മതിയോ? കുറച്ചുകൂടി കുടിക്കണ്ടേ? ആദ്യമായിട്ട് വരില്ലേ? അപ്പൊ രണ്ടാമത് പിന്നെയും കുടിച്ച് 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 ലക്ക് കെട്ടപ്പോൾ പിന്നെ ആ പെണ്ണ് പറഞ്ഞു, സാധാരണ ഇമ്മട്ടത്തിലായവരൊക്കെ ഈ റൂമിൽ കിടക്കാറുണ്ട്, കിടന്ന് വിശ്രമിച്ചിട്ട് ലെവലായിട്ടാ പോകാറുള്ളത്. ആ കിടത്തത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണ് പോകുന്നത് ഈ പെണ്ണിലേക്കാണ്. ആ പെണ്ണ് അവിടെ വർക്ക് ചെയ്യുന്നു, പണിയെടുത്തു കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതാ പെണ്ണിന്റെ ശരീരം ആവശ്യപ്പെട്ടു. പെണ്ണതിന് ഒതുങ്ങി കൊടുക്കുന്നു, അവിഹിത വീഴ്ച നടക്കുന്നു. കൃത്യം നടക്കുന്നതിനിടയിൽ അതാ ഭർത്താവ് വരുന്നു. പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം, ഭർത്താവാണ് വരുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കും എനിക്കുമുള്ള അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഈ കത്തിയെടുത്തിട്ട് അങ്ങ് വെട്ടിയാൽ മതി. വെട്ടലവിടെ നടന്നു. പിശാചല്ലേ ജയിക്കുന്നത്. അവൻ ആദ്യം പറഞ്ഞ സംഗതി ഇവിടെ അവസാനം നടന്നില്ലേ? ആദ്യം പറഞ്ഞത് ഒരാളെ കൊല്ലാനല്ലേ, രണ്ടാമത് പറഞ്ഞത് വ്യഭിചരിക്കാനല്ലേ,
മൂന്നാമത് പറഞ്ഞത് മദ്യപിക്കാനല്ലേ. മദ്യപാനം ചെറുതല്ല, അത് ഉമ്മുൽ ഖബായിസാണ്. ഉച്ചനീചത്വങ്ങളുടെ അനാവശ്യങ്ങളുടെ തലവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇജ്തനിബു ഉമ്മൽ ഖബായിസ്, ഇജ്തനിബു നിങ്ങൾ വർജിക്കുക, ഉമ്മൽ ഖബായിസി വൃത്തികേടുകളുടെ മാതാവായ മദ്യപാനം നിങ്ങൾ വർജിക്കുക. ആ മദ്യപാനം മൂലമാണ് ബാക്കിയൊക്കെ വരുന്നത്. അത് ചെറുതായിട്ടല്ല തോന്നേണ്ടത്, പക്ഷേ പിശാച് അങ്ങനെയാണ് തോന്നിപ്പിച്ചത്. അതിലൂടെയാണ് മുതലെടുപ്പ് നടത്തിയത്, ബാക്കിയെല്ലാം സാധിപ്പിച്ചു. അവസാനം ആ ബർസീസെ കഴുമരത്തിലേക്ക് കയറ്റി. കാരണം വധിക്കപ്പെട്ട വിഷയം കുറച്ചു നാൾ കഴിഞ്ഞപ്പോ പെണ്ണ് പുറത്തു വിട്ടു, എന്റെ ഭർത്താവിനെ ഇയാള് കൊന്നുകളഞ്ഞതാണ്. കുഴിച്ചു മൂടിയ സ്ഥലം എല്ലാവരും കൂടി മാന്തി പൊളിച്ചു നോക്കി, ആ ശരീരം അതിൽ കണ്ടു. ഉറപ്പായി കഴുമരത്തിലേക്ക് കയറ്റിയപ്പോ പ്രച്ഛന്ന വേഷം ധരിച്ച് പണ്ട് പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ച അതേ രൂപത്തിൽ ആള് വന്നു. നിനക്ക് രക്ഷ വേണോ? നീ എനിക്കൊരു സുജൂദങ്ങ് ചെയ്താൽ മതി. ഞാനിപ്പൊ കഴുമരത്തിലല്ലേ, സുജൂദ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്നാലോചിച്ച് തലയൊന്ന് കുനിച്ചാൽ മതി. ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ നോക്കി നിൽക്കുന്ന കണ്ടാസ്വദിക്കുന്ന പിശാച് പറഞ്ഞു, ഇന്നി ബരീഉം മിൻക, ഞാനും നീയും തമ്മിലൊരു ടച്ചില്ല, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാണ്, നീയും ഞാനും തമ്മിലൊരു ബന്ധമല്ല. അവനൊഴിഞ്ഞു. ഞാൻ അവന്റെ മുറാദാസുല താല്പര്യങ്ങളാ കൊടുത്തു. ഈ താല്പര്യങ്ങളിൽ മഹാരഥന്മാരായ ഔലിയാക്കൾ ശരീഅത്തിന്റെ മീസാൻ അനുസരിച്ച് അവർ ശരിക്ക് വിധി കൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യും. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മരത്തിൽ ചാരി കുത്തിരുന്ന് ഉറങ്ങുമ്പോഴാണ് ഒന്ന് വന്ന് വിളിക്കുന്നത്, യാ അബ്ദുൽ ഖാദിർ. മഹാനവറുകൾ കണ്ണു തുറന്നു നോക്കുമ്പോ ഒരു നല്ല പ്രകാശം കാണും. ആ പ്രകാശത്തിലൂടെ ഒരു തളിക തായോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. നോക്കുമ്പോ കൂട്ടത്തിലൊരു വർത്തമാനം കൂടി, അഹ്ലൽതു കമാ ഹറംതു അലൈക, നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഹറാമാക്കിയതൊക്കെ ഹലാലാക്കി തന്നു, ഹറാമാക്കിയതൊക്കെ ഹലാലാക്കി തന്നു. തായോട്ട് വരുന്നത് സ്വർണപാത്രം, വെള്ളിക്കോപ്പ, നിറഞ്ഞ അന്നപാനീയങ്ങളുണ്ട്. അതിലൊക്കെ കുടിക്കാനും ഭുജിക്കാനും എത്ര സന്തോഷകരമായ ഭക്ഷണപാനീയങ്ങളാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാലുയർത്തിയിട്ട് ഇഖ്സഇയാ ലഈൻ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ. ഒരൊറ്റ തട്ടുകൊടുത്തു. തട്ടുകൊടുത്തപ്പോൾ ഈ പ്രകാശം മുഴുവനും കരിമ്പുകയായിട്ട് ഉയർന്നു. പിന്നത് തിരിച്ച് പ്രതിധ്വനിക്കുന്നത്, പ്രതിവചിക്കുന്നത്, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. നിങ്ങളെപ്പോലെ പർണശാലകത്തിരിക്കുന്ന 69 ആളുകളെ ഇതേ നയം ഉപയോഗിച്ച് തെറ്റിച്ചിട്ടാ ഞാൻ വരുന്നത്. നിങ്ങളെ തെറ്റിക്കാൻ എനിക്ക് വഴിയില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകളെ മേൽ സ്വാധീനിക്കാൻ നിനക്കൊരു വകുപ്പുമില്ല, അവരെ മേൽ അധികാരപ്പെടുത്താൻ നിനക്ക് കഴിയില്ല എന്ന് പിശാചിനോട് ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞില്ലേ? അതല്ലേ ഇവിടെ വ്യക്തമായി പുലർന്നത്. ശൈഖ് ജീലാനി തങ്ങളോട് ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ, എങ്ങനെയാണ് നിങ്ങൾക്ക് വിശന്ന് നടക്കാൻ കഴിയാതെ നിങ്ങളൊന്ന് ഇരുന്നിട്ടൊന്ന് ഉറങ്ങിയാൽ സന്തോഷം വരുമെന്ന് കരുതി വിശ്രമിക്കുന്ന നേരത്തല്ലേ ഈ ഭക്ഷണം കിട്ടുന്നത്? അത് പറ്റില്ല, അത് പിശാചിന്റെ ഭാഗത്തുനിന്നാണ്, കഴിക്കാൻ പറ്റൂല എന്നെങ്ങനെയാ തോന്നിയത്? ശവം പോലും ഹലാലായി വരുന്ന ഘട്ടമാണ്. എങ്ങനെയാണ് തോന്നിയതെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, പിശാചനോട് പറഞ്ഞൊരു ഭാഷയില്ലേ, ഹറാമാക്കിയത് ഞാൻ ഹലാലാക്കി തന്നു എന്ന്. അപ്പോഴേക്ക് എനിക്ക് ഓർമ്മ വന്നത്, വിധിവിലക്കുകളിൽ മാറ്റം വരേണ്ടത് എനിക്കല്ല, വിധിവിലക്കുകളിൽ മാറ്റം വരേണ്ടത് എന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് മാറ്റം വരേണ്ടത്. കാരണം ലികുല്ലി വലിൻ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബിവാശി,
ഞാൻ എന്റെ സീബാവാ കൽവശിയെന്നോവർ. ഞാൻ എന്റെ ഹബീബിന്റെ മാർഗത്തിലല്ലേ ചലിക്കുന്നത്, അവിടത്തേക്ക് ഇത് ഹലാലായിട്ടില്ലല്ലോ. സ്വർണപാത്രവും വെള്ളിക്കോപ്പയും അവിടത്തേക്ക് കിട്ടാഞ്ഞിട്ടല്ലോ. അതേ സമ്മാനമായി കൊടുക്കാൻ വരെ എത്ര രാജാക്കന്മാരും പരിവാരങ്ങളുമുണ്ട്. എത്ര ആള് കൊണ്ടുവന്നു കൊടുക്കും. സമ്പന്നന്മാരായ ശിഷ്യന്മാരില്ലേ, പക്ഷേ ഹറാമായതുകൊണ്ട് നബിതങ്ങൾ സ്വീകരിച്ചിട്ടില്ലല്ലോ. പട്ടുവസ്ത്രം അള്ളാഹുവിന്റെ ഹബീബിന് ഹദിയയായി കിട്ടി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, പട്ടുവസ്ത്രം ഒരാൾ ഹദിയ കൊണ്ടുവന്ന് കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് നബി തങ്ങൾ അങ്ങോട്ട് കൊടുത്തയച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ തങ്ങൾക്ക് ധരിക്കാൻ പറ്റൂല, എനിക്കും ധരിക്കാൻ പറ്റൂല, പിന്നെ എന്തിനാ അങ്ങോട്ട് കൊടുത്തയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധരിക്കാൻ വേണ്ടി കൊടുത്തയച്ചതല്ല, ഇത് അങ്ങാടി കൊണ്ടുപോയി വിറ്റ നല്ല കാശ് കിട്ടും, കൊണ്ടുപോയി വിറ്റേക്ക്. ധരിക്കാൻ പറ്റുന്നവർ ധരിച്ചോട്ടെ. പറ്റുന്നൊരു വിഭാഗം ഉണ്ടല്ലോ, പട്ട് ധരിക്കാൻ പറ്റുന്നൊരു വിഭാഗമല്ലേ സഹോദരിമാരില്ലേ, അവരാരെയും കൊണ്ടേക്കോട്ടെ. നിങ്ങൾ വിൽപ്പന നടത്തി ധരിക്കാൻ വേണ്ടി തന്നതല്ല. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇതൊക്കെ കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിയമം അതിനെതിരല്ലേ, അള്ളാഹുവിന്റെ നിയമമല്ലേ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ കാൽ വഴി നോക്കുമ്പോൾ ഇതൊരു നിലക്കും ഹലാലല്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ ഹലാലാകും? അവിടെയാ ഞാൻ തട്ടിയത്. അങ്ങനല്ല, പുതുകാലത്തുള്ള ആളുകൾ അങ്ങനല്ല പറയാ. അതാർക്കും ഹലാലായിട്ടില്ലെങ്കിലും മുമ്പൊക്കെ ഹലാലാകും. അതെങ്ങനെ? അത് നിങ്ങൾക്ക് അറിയില്ല. ചോദിക്കുന്ന ആളോട് നിങ്ങൾക്ക് അറിയൂല, അറിയാത്തോണ്ടാണ്. ആർക്കും അറിയില്ല, മൂപ്പർക്കും അറിയില്ല, ആർക്കും അറിയില്ല. അതങ്ങനെ സിദ്ധാന്തമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മഹാന്മാരുടെ അവസ്ഥ എങ്ങനെയല്ലേ നിങ്ങൾ നോക്കും. ഒരു നിലക്കും അവർ സ്വാധീനിക്കാൻ കഴിയൂല. പരീക്ഷണം വരുന്ന ഘട്ടത്തിലോ തളർത്താൻ കഴിയുമോ? ഇല്ല. പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അവര് ഹംദ് ഉറക്കെ ചൊല്ലും. പരീക്ഷണം വരുമ്പോ ഒരു ഹംദ് ഉറക്കെ ചൊല്ലും. അവർ ഈമാനാണത്. ആ പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ നിന്നെ അല്ലാഹു തആല കഴിഞ്ഞു എന്നൊരു ചോദ്യം പിശാചിന്റെ വക തോന്നിപ്പിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്ക് അല്ലാഹു തആല റബ്ബിലേക്ക് അവരെ മനസ്സ് മടങ്ങുന്നത് കൊണ്ട് അവരെ മനസ്സിന് അങ്ങനെ ചോദിട്ട് കൊടുക്കാൻ കഴിയൂല. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലോ അവരെ തള്ളി മാറ്റിക്കളയും. അങ്ങനെ നിങ്ങൾ പറയണ്ടെന്ന് പറയും. ഞാൻ ഈ പരീക്ഷണത്തിൽ വേറെ സുഖം കാണുന്നുണ്ട് എന്ന് പറയും. അതുകൊണ്ടല്ലേ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ചിരിച്ചത് മകൻ മരിച്ച അന്നാണ്. മകൻ മരണപ്പെട്ടപ്പോ മഹാനവറുകൾ ചിരിച്ചു. ഇപ്പൊ ജനങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദേ എന്താ ചിരിക്കുന്നത്? നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ പറയും, ആളിങ്ങനെ ചിരിക്കുന്നുണ്ട്, അയാളാണോ കുട്ടിനെ കൊന്നത്? അയാൾക്ക് നല്ല സന്തോഷം കാണുന്നുണ്ട്. മകൻ പോയാലൊരു ടെൻഷനും ഒരു വിഷമമില്ല, ഒരു ദുഃഖമില്ല. അയാളാണോ ആ കുട്ടിനെ കൊന്നത് എന്ന ആളുകൾ ഇങ്ങനെ സംശയിക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിനെ പറ്റി അങ്ങനെ സംശയിക്കാൻ വകുപ്പില്ലല്ലോ. മഹാനവറുകളോട് ചോദിച്ചപ്പോ മഹാനവറുകളുടെ മറുപടി, ഞാൻ ഇന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിനെ പറയാണ്, എന്റെ മകനെ അല്ലാഹു തആലയല്ലേ പിടിച്ചുകൊണ്ടുപോയത്. എന്റെ മകനെ മരിപ്പിച്ചത് അല്ലാഹു തആലയാണ്. അല്ലാഹു തആല എന്റെ മകനെ മരിപ്പിച്ച ആ ഹുക്മിൽ എനിക്ക് അല്ലാഹു തആലാന്റെ ഹുക്മിൽ ഒരു വിഷമവുമില്ല, എനിക്ക് സന്തോഷം. പിന്നെ കരച്ചിൽ അതിനെതിരാണോ? അല്ല, സ്നേഹം കൊണ്ട് കരച്ചിൽ വരും. മഹാനവറുകൾ പറയുന്ന അല്ലാഹു തആല എന്റെ മോനെ കൊണ്ടുപോയ വിഷയത്തിൽ ഞാൻ അല്ലാഹു തആലാന്റെ ഹുക്മിൽ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് അറിയിക്കാനാണ് ഞാൻ ചിരിച്ചത്. കരയിപ്പിക്കാനൊക്കെ ശ്രമങ്ങൾ ഇപ്പുറത്തുണ്ടാകും, പക്ഷേ ഞാൻ ക്ഷമിച്ചു നിന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. കരഞ്ഞ സഹോദരിമാരോടും കരഞ്ഞ മക്കളോടൊക്കെ ക്ഷമിക്കാൻ പറഞ്ഞു. അല്ലാഹു തആലാന്റെ തീരുമാനത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. റബ്ബ് തആലാന്റെ തീരുമാനമല്ലേ, അതിലപ്പുറം ഖൈർ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടാകും. ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ രോഗം നൽകിയിട്ടോ പല മുസീബത്തുകൾ നൽകിയിട്ടോ പരീക്ഷണങ്ങൾ വരുമ്പോ മഹാന്മാര് തളരൂല. അതേ സമയത്ത് തളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇബ്ലീസിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇബ്ലീസിന്റെ ജൽപ്പനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ തളർന്നു പോകും. അവരോട് ഇബ്ലീസ് തോന്നിപ്പിക്കും, നിങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ആപത്ത് പറ്റിയില്ലേ, ഒരു മുസീബത്ത് പറ്റിയില്ലേ, നിങ്ങൾ എത്ര ദ്വാരുന്നിട്ടുണ്ട്, നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? വലിയ മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും, ബദരീങ്ങളെ മനസ്സിൽ പിശാചിന്റെ ഒരു ചിന്ത, നിങ്ങൾ അല്ലാഹു തആലാന്റെ ആൾക്കാരല്ലേ, എന്നിട്ട്
നിങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് മദീനത്തു നിന്ന് ബദറിലെത്തിയിട്ട് ക്ഷീണം സഹിച്ച് എത്തിയിട്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ പലർക്കും ജനാബത്ത് വന്നിട്ട് കുളിക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയായല്ലോ എന്ന് പിശാച് വന്നിട്ട് മനസ്സിൽ ജൽപ്പിച്ചപ്പോഴേക്ക് അല്ലാഹു നല്ല മഴ കൊടുത്തു. ഇതല്ലേ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്, വലിയുദ്ഹിബാൻകും ലിജസശ്ശൈത്താൻ വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. നല്ല മഴ അല്ലാഹു തആല തന്നത് പിശാചിന്റെ ഒരു ചാപല്യം, അത് നിങ്ങളെ മനസ്സിൽ ഒരു നിലക്കും പിടികൂടരുത്. നിങ്ങൾ യാത്രക്കാരായി ക്ഷീണിതരായി വന്നിട്ട് ഉദു എടുക്കാൻ വെള്ളമില്ല എന്നുള്ളൊരു പരാതി, നിങ്ങൾ അള്ളാന്റെ ആൾക്കാരല്ലേ, എന്നിട്ട് ഉദു എടുക്കാൻ നിങ്ങൾക്ക് വെള്ളല്ലേ, കുളിക്കാനും നിങ്ങൾക്ക് വെള്ളല്ലേ. നല്ല മഴ അല്ലാഹു തആല നൽകിയിട്ട് ക്ഷീണത്തിൽ ക്ഷീണം മാറാ നല്ല ഉറക്കം കൊടുത്തിട്ട് അവർക്ക് അല്ലാഹു തആല റാഹത്ത് കൊടുത്തു. വെള്ളം അങ്ങോട്ട് കിട്ടിയപ്പോൾ സ്വഹാബത്തിന്റെ മനസ്സിൽ എന്തൊരു സ്ഥൈര്യമാണ് കിട്ടിയത്. മാത്രമല്ല ആ മണ്ണൊക്കെ ചളിയായിട്ട് വീണുപോകുന്ന പൊടിമണലായിരുന്നു. മഴ പെയ്തപ്പോൾ അവിടെ കുറച്ച് ഉറപ്പ് കിട്ടി. വയുസബ്ബിത ബിഹിൽ അഖ്ദാം, പാദങ്ങൾക്ക് നല്ല ഉറപ്പ് വേണ്ടേ, നിന്നിട്ട് പോരാടണമെങ്കിൽ വഴുതി വീഴാൻ പറ്റൂലല്ലോ. റബ്ബ് തആല വലിയ സഹായമാണ് കൊടുത്തത്. പിശാചിന്റെ ജൽപ്പനങ്ങൾ വരുമ്പോ അല്ലാഹു തആല അവരെ സഹായിക്കുകയാണ്. കാരണം അവരെ മനസ്സ് ആ രൂപത്തിലല്ലേ. പരീക്ഷണങ്ങൾ വരുമ്പോ റബ്ബന്നെ കഴിയൊഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. എല്ലാ മെഡിസിനിലും ഞാൻ കാണിച്ചല്ലോ, എനിക്കൊരു ഫലം കിട്ടിയില്ലല്ലോ. എല്ലാ ഉസ്താദുമാരും എനിക്ക് ദ്വാരുന്നല്ലോ, എന്നിട്ടും എനിക്ക് മാറ്റം കിട്ടിയില്ലല്ലോ. എന്റെ രോഗം എന്താണ് അല്ലാഹു മാറ്റി തരാത്തത് എന്ന് നമ്മൾ അല്ലാഹു തആലാന്റെ വിധിക്കെതിരെ ചിന്തിക്കരുത്. പിന്നെയോ നിരാശപ്പെടാത്ത രൂപത്തിൽ വീണ്ടും വീണ്ടും ചോദിക്കണം. അല്ലാഹു തആല നമ്മളെ ചോദ്യം അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഖ്ലാസ് അധികരിപ്പിച്ച് ചോദിക്കുമ്പോ, ആശ മുറിയാതെ നിരാശ വരാതെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ അല്ലാഹു തആല കൊടുത്തേക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ ചോദ്യത്തെ പിന്തിപ്പിക്കുകയും അങ്ങനെ അതാ നൽകുകയും ചെയ്യുന്നു. അമ്പിയാക്കളുടെ ജീവിതം അതിന് വലിയ മാതൃകയാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ നിന്നത്. എന്നിട്ടും സഹോദരങ്ങളെ നിരാശ വന്നിട്ടില്ല. ഇന്നത്തെ സാഹചര്യം പോലെയല്ലല്ലോ. പോയി അന്വേഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവല്ലേ. വർഷങ്ങൾ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മക്കളെ വിളിച്ചു പറയുന്നത് യാ ബനിയദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ്. എന്റെ മക്കളെ, നിങ്ങൾ യൂസുഫിനെ ഒന്ന് അന്വേഷിക്കണം അലൈഹിസ്സലാം. സഹോദരനെയും അന്വേഷിക്കണം. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശ മുറിയരുത്, നിരാശരാവരുത്. തീർത്തും അല്ലാഹു തആല നമ്മൾ അന്വേഷണം അതേ നമുക്ക് തരും. നല്ല റാഹത്തോടെ പോയി അന്വേഷിക്കണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിരാശ വന്നിട്ടില്ല. മക്കള് നന്നാകൂല എന്ന് നാട്ടുകാരൊക്കെ വിധി എഴുതിയിട്ടും യാക്കൂബ് നബി അലൈഹിസ്സലാം ആശ മുറിഞ്ഞിട്ടില്ല. മക്കളെ നന്മക്ക് വേണ്ടി ദുആ ചെയ്തു. അവരൊക്കെ സ്വാലിഹീങ്ങളായി കാണാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തു. അതുകൊണ്ട് പരീക്ഷണ ഘട്ടം വരുമ്പോ പിശാച് ഒരുപാട് ചാബല്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് നിറക്കും. അവിടെ കുടുങ്ങിപ്പോകും. പിശാചിന് കൂടുതൽ അനുസരിക്കുന്നവർ മഹത്തുക്കൾ അവിടെ കുടുങ്ങൂല. എത്ര മുസീബത്തുകൾ വന്നാലും അവർ അൽഹംദുലില്ലാഹ് 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 എന്ന് പറഞ്ഞ് എനിക്ക് അല്ലാഹു തആല തന്നത് ചെറുതാണ്, വലുത് തരാതെ എന്നെ അല്ലാഹ് രക്ഷപ്പെടുത്തിയല്ലോ, ഞാൻ അതിൽ സംതൃപ്തനാണ്. അവരുടെ ഭാഷ അങ്ങനെ. എന്നെക്കാളും വലിയ രോഗികൾ എത്ര ഉണ്ട്, എന്നെക്കാളും വലിയ പരീക്ഷയുള്ള ആൾക്കാർ എങ്ങനെയുണ്ട്. ഇത്രല്ലേ അല്ലാഹു തആല എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ തന്നില്ലേ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാലിന്റെ ഒരു മുട്ടിന്റെ ഭാഗത്തുനിന്ന് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു പുഴു കടിച്ചിട്ട് വിഷം കയറി. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മദീനയിലെ അറിയപ്പെട്ട 7 പണ്ഡിതന്മാരിൽ ഒരു മഹാനാണ്. സ്വഹാബി അല്ല, താബിഈയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു
സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആ ഉർവ റളിയല്ലാഹുവിന്റെ കാല് മുട്ടിന്റെ ഭാഗത്തുനിന്ന് മുറിച്ചു മാറ്റി അണുക്കൾ മേലോട്ട് പകരണ്ടാന്ന് കരുതിയിട്ട്. അപ്പൊ പലരും വന്നിട്ട് ആശ്വസിച്ചപ്പോ സമാധാനിപ്പിച്ചപ്പോ മഹാനവറുകൾ പറയുന്ന അൽഹംദുലില്ലാ, കാല് മുറിച്ചു മാറ്റിയപ്പോ നിങ്ങൾ നോക്ക്, പരീക്ഷണ ഘട്ടത്തിൽ അവർക്ക് തളരുന്നൊരു മനസ്സില്ല. അൽഹംദുലില്ലാ ഖാനലി അർബഅത്തു അത്റാഫ്, അല്ലാഹുവേ എനിക്ക് നല്ല സുന്ദരമായ 4 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, 2 കൈയും 2 കാലും. ഒന്നല്ലേ നീ എടുത്തിട്ടുള്ളൂ, ബാക്കി 3 ബാക്കി തന്നല്ലോ. ഒന്നല്ല, ഒന്നിന്റെ ഒരു ഭാഗല്ലേ നീ എടുത്തിട്ടുള്ളൂ, 3 അങ്ങനെ തന്നെ ബാക്കി തന്നില്ലേ, നിനക്കാണ് സർവസ്തുതിയും. കുറച്ചു കഴിഞ്ഞപ്പോ മക്കളിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചെറിയ മകൻ മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടി മരണപ്പെട്ടുപോയി. ആ കുട്ടിയോടായിരുന്നു മഹാനവറുകൾക്ക് വലിയ താല്പര്യവും വലിയ സ്നേഹവും. എല്ലാവരും വന്ന് ആശ്വസിപ്പിച്ചപ്പോ അപ്പോഴും മഹാൻ പറയുന്നത് അൽഹംദുലില്ലാ, അവര് 7 പേരുണ്ടായിരുന്നു, ഒരാളെയല്ലേ നീ പെട്ടെന്ന് പിടിച്ചത്, 6 ബാക്കി വെച്ചല്ലോ. ഇവിടെയാണ് യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഏത് പരീക്ഷണ ഘട്ടം വന്നാലും മഹത്തുക്കൾക്കൊരു തകർച്ചയും ഇല്ല, അവർക്ക് പൂർവോപരി ശക്തിയാണ്, കൂടുതൽ കൂടുതൽ ഈമാൻ കൂടുകയാണ്. ആ മഹാരഥന്മാരൊക്കെ സഞ്ചരിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കുകയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ശരിക്ക് ഈമാൻ ഉറപ്പിച്ച് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നമ്മുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച ആളുകൾ വിശ്വസിച്ചു എന്നല്ലത് പറയുകയും ചെയ്തു. പ്രഖ്യാപിക്കണമല്ലോ ഇസ്ലാമിന്റെ സ്വഹത്ത് ലഭിക്കാൻ, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ പ്രഖ്യാപിക്കണമല്ലോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഈമാൻ ഉറപ്പിച്ച് പ്രഖ്യാപിച്ച ശേഷം സുമ്മസ്തഖാമൂ, പിന്നെ അവര് നീങ്ങേണ്ട ലെവലിൽ നീങ്ങി, ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നീങ്ങി. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലൂടെ നീങ്ങാനാണ് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. നിർബന്ധമായും 17 തവണ നമ്മൾ ദ്വാർക്കുന്നുണ്ടല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഐച്ഛികമായി വേറെയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ഇസ്തിഖാമത്തിന്റെ വഴി, മഹാന്മാര് സഞ്ചരിച്ച വഴി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അല്ലാഹുവിന്റെ കൽപ്പന അങ്ങനെ തന്നെയാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ. ഓ നബിയേ, കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് നീങ്ങുക, ലെവൽ ഒരിക്കലും തെറ്റാൻ പാടില്ല, റൂട്ട് ഒരിക്കലും മാറാൻ പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരബാധിക്കാൻ കാരണമായത് സൂറത്തു ഹൂദിലെ ഈ ആയത്തല്ലേ, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ അണു അളവ് തെറ്റാതെ മുസ്തഖീമായ മാർഗത്തിൽ നേരെ ചൊവ്വേ പോകണം. വാക്ക് തെറ്റരുത്, പ്രവൃത്തി തെറ്റരുത്, ചിന്ത തെറ്റരുത്, ഒന്നും തെറ്റരുത്. സുമ്മസ്തഖാമൂ, പിന്നെ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ നീങ്ങി. ബഹുമാനപ്പെട്ട അബുല്ലൈദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലായി നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ധാരാളം അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റിത്തരട്ടെ. അത് ചെറിയ അടയാളങ്ങളല്ല, വലിയ അടയാളങ്ങളാണ്. അത് മതി നമ്മൾ നന്നാകാൻ. പ്രധാനമായിട്ടും ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലൂടെ നേരെ ചൊവ്വേ നടന്നാ കിട്ടുന്ന ഫലന്താ? ബാക്കി ആയത്തിന്റെ ബാക്കി, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരടുത്തേക്ക് ഇറങ്ങി വരും. മലക്കുകൾ എപ്പോഴാണ് ഇറങ്ങി വരിക? ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത്, മലക്കുകൾ ഹയാത്ത് കാലത്ത് ഇറങ്ങി വരും. അല്ല, മറ്റൊരു അഭിപ്രായ പ്രകാരം മൗത്തിന്റെ നേരത്ത് ഇറങ്ങി വരും.
മറ്റൊരഭിപ്രായ പ്രകാരം ഖബറിന്റെ നേരെ ഖബറിൽ ഇറങ്ങി വരും. മറ്റൊരഭിപ്രായ പ്രകാരം പുനർജീവിതത്വ സമയത്ത് ഇറങ്ങി വരും. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് മഹാൻ പറഞ്ഞു, ഏറ്റവും നല്ലത് ഇറങ്ങി വരാൻ കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇറങ്ങി വരും. നല്ല റൂട്ടിലാണെങ്കിലും മലക്കുകൾ ഇറങ്ങി വരും, സഹായത്തിനൊക്കെ വരും. സഹായത്തിന് വരും. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു സഹായിച്ചത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. സെയ്ദ് ഇബ്നു ഹാരിസ് തങ്ങളും ഒരു മുനാഫിഖും തമ്മിൽ യാത്ര പോവുകയാണ്. മഹാനവറുകളുടെ കച്ചവട ആവശ്യം പുറപ്പെട്ടപ്പോ ഒരു മുനാഫിക്കായ മനുഷ്യൻ പറഞ്ഞു, ഞാനും പോരുന്നുണ്ട്, കച്ചവടത്തിനല്ലേ പോന്നോളും. കുറച്ചങ്ങോട്ടെത്തി ഒരു സ്ഥലത്തെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, കുറച്ച് വിശ്രമിച്ച് ഉറങ്ങി, ഒരു ടെന്റോ കെട്ടിയൊന്ന് ഉറങ്ങിയിട്ട് യാത്ര തുടരണം. കുറെ യാത്ര ചെയ്താൽ അങ്ങനെ ക്ഷീണം മാറ്റണം. അപ്പൊ ഒരു ടെന്റോ കെട്ടി അതിന്റെ ഉള്ളില് ചെറിയ പായകളൊക്കെ വിരിച്ച് സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഉറങ്ങി. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആരാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിബ്ബാൻ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട തോഴൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഇഷ്ടമാണ്. പഴയ കാലത്ത് ഇങ്ങനെ വന്ന് മക്കയിലെത്തിയ മഹാനാണ് സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ജനിച്ച ആളല്ല, മക്കയിൽ വന്നെത്തി, പിന്നെ അവിടെ കൂടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുമായി പോകുമ്പോ തങ്ങളൊപ്പം കൂടി. വിശ്വസിച്ചു, വളരെ നേരത്തെ വിശ്വസിക്കപ്പെട്ട ആളാണ്. പിന്നെയാണ് ബാപ്പ തെരഞ്ഞു വരുന്നത് മോനെ കാണാൻ വേണ്ടിട്ട് മക്കത്തെത്തി. അപ്പൊ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയുള്ളത്. ബാപ്പ പറഞ്ഞു, മോനെ ബാ. മോൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നബി തങ്ങളെ വിട്ട് ഞാൻ വരുന്നില്ല. ബാപ്പയാണ് വിളിക്കുന്നത്, നിങ്ങൾ പൊയ്ക്കോളൂ സെയ്ദേ. അല്ല നബിയെ, എന്നോടത് കൽപ്പിക്കരുത്, തങ്ങളെ വിട്ടുപോകാൻ എന്റെ മനസ്സ് സമ്മതിക്കൂല. ത്വയ്ഫിലേക്ക് നബി തങ്ങളെ കൂടെ പോകുമ്പോ സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളല്ലേ കൂടെയുള്ളത്, വേറെ ആരും നബി തങ്ങളെ കൂടെ ഇല്ലല്ലോ. ഏറ് വന്നപ്പോ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു തലക്ക് കൊണ്ടിട്ട് തലയോട്ടി പൊട്ടിപ്പോയി. സെയ്ദേ, നിങ്ങൾ മക്കയിലേക്ക് നീങ്ങിക്കോളൂ, ആരും കാണാത്ത വഴിക്ക് പോയിക്കോളൂ, എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട, ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം. ആ സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങൾ പറഞ്ഞു, നബിയെ, തങ്ങളെ വിട്ടു പോകാൻ എന്നോട് പറയരുത്, എനിക്കതിന് സാധ്യമല്ല. ഇത് പറഞ്ഞപ്പോ ബാപ്പാനോട് പറഞ്ഞു, സെയ്ദ് ഇവിടെ ഉണ്ടാകും, എന്താവശ്യത്തിനും ഇങ്ങോട്ട് വന്നാൽ മതി, നിങ്ങളെ കൂടെ വരാൻ വൈമനസ്യം കാണിക്കുന്നുണ്ട്, എന്ത് വിഷയത്തിന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നാലും ആളിവിടെ ഉണ്ടാകും. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് ഖുർആനിൽ പേര് പറഞ്ഞത്. ഒരൊറ്റ സ്വഹാബിന്റെ പേരേ ഖുർആനിലുള്ളൂ, അത് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. ഫലമ്മാ ഖളാ സെയ്ദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. സൂറത്ത് അഹ്സാബിലൂടെ അല്ലാഹു തആല പറഞ്ഞില്ലേ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹത്തെ പറ്റി. ആ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു യാത്ര പോയി. ടെന്റിലങ്ങ് കിടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള മനുഷ്യൻ നല്ല കാരെടുത്തിട്ട് കായും കാലും ഒക്കെ വരിഞ്ഞു മുറുക്കി കെട്ടുന്നു. കെട്ടിക്കഴിഞ്ഞപ്പോ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ നീ കെട്ടുന്നത്? അപ്പൊ അയാള് പറഞ്ഞു, കെട്ടുന്നത് നിന്നെ കൊല്ലാൻ തന്നെ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട്. കാരണം ലിഅന്നക തുഹിബ്ബു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലിഅന്നക തുഹിബ്ബു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. വഅന അബ്ഗദുഹു, ഞാൻ വെറുക്കുന്ന ആളാണ്. മുനാഫിഖ് കാര്യലാഭത്തിന് കൂടെ ഉണ്ടാകും, മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറും ചെയ്തു. അങ്ങനല്ലേ എന്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മുഅ്മിനീങ്ങളെ കൂടെ നിൽക്കുമ്പോ പറയും, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്. മാറിയാ പറയും, ഇന്നാ നഹ്നു മഅക്കും ഇന്നമാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിയൂൻ. അല്ല, ഞങ്ങൾ ഓല കൂടെ അല്ല, നിങ്ങളെ കൂടെ തന്നെയാണ്. ഒരു പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഓല കൂടെ അങ്ങനെ പോയി എന്നാണ്, എന്തൊക്കെയാന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാലോ എന്ന് കരുതി നിന്നതാണ്. നിങ്ങളെ കൊല്ലാനാണ് ഞാൻ കെട്ടി വരിഞ്ഞു മുറുക്കിയത്. സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. യാ അല്ലാഹ്, യാ സമീഉ, യാ റഹ്മാൻ. അല്ലാഹു തആലാന്റെ ഇസ്മുകൾ വിളിക്കുന്നു സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ശരിക്ക് വരിഞ്ഞു മുറുക്കിയിട്ട്
മുനാഫിക്കായ മനുഷ്യൻ കത്തിയെടുത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുത്താൻ വേണ്ടി നോക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുന്നു, വൈഹക് ലാ തഖ്തുൽഹു, കൊല്ലരുത്, മാറി നിൽക്കണം. മരുഭൂമിയിലല്ലേ ഇത് ആരാ ശബ്ദിക്കുന്നത്? മുനാഫിക്കായ മനുഷ്യൻ പോയി നോക്കി, എവിടെ ആരും കാണുന്നില്ല. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, എവിടുന്നാ ശബ്ദം കേട്ടത്? അവിടുന്നാണോ ഇവിടുന്നാണ്? എവിടെയും കാണുന്നില്ല. രണ്ടാമത് പിന്നെയും അതാ ആരുണ്ടാകൂല, വെറുതെ തോന്നിയതായിരിക്കും വേണ്ടി കത്തിയെടുത്തിട്ട് പിന്നെയും കുത്താൻ നോക്കുമ്പോ ആദ്യം കേട്ടതിനേക്കാൾ ഉച്ചത്തിൽ വളരെ അടുത്തായിട്ട് കേൾക്കുന്നു, കൊല്ലരുത്, കൊല്ലരുത്, മാറി നിന്നോ, കൊല്ലരുത്. ഇത് കുറച്ചുകൂടി കടുപ്പമുള്ള ശബ്ദമാണല്ലോ, നേരത്തെ കേട്ടതിനേക്കാൾ ഉഗ്രൻ ശബ്ദമാണല്ലോ. ഇറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. മൂന്നാമത് കൊല്ലാൻ വേണ്ടി ഉറച്ച് തീരുമാനിച്ചു വന്ന് കത്തിയെടുത്ത് ഇങ്ങനെ കുത്തുമ്പോഴേക്കാ കൈക്കങ്ങ് പിടിച്ചുപോയി, കത്തി തട്ടിത്തെറിപ്പിച്ചു. ആ കത്തിയെടുത്തിട്ടതാ മുനാഫിക്കായ മനുഷ്യനെ കുത്തി കൊലപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ വന്ന രൂപം സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു, കയ്യിലും കാലിലുമുള്ള കെട്ടയിച്ചിട്ട് ചോദിച്ചു, അമാ തഅരിഫുനി, എന്നെ അറിയാമോ? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറിയില്ല. അന ജിബ്രീൽ അലൈഹിസ്സലാം, സെയ്ദേ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങൾ ആദ്യം അല്ലാഹുവിനെ വിളിച്ചില്ലേ? അപ്പൊ ഞാൻ നേയാൻ ആകാശത്തിലാണ്. അല്ലാഹു തആല എനിക്ക് ഉത്തരവ് തന്നപ്പോൾ ഉടനെ ഞാൻ അവിടുന്നാണ് ശബ്ദിച്ചത്, വൈഹക് ലാ തഖ്തുൽഹു, ഒന്നാമത്തെ ഘട്ടത്തിൽ. രണ്ടാമത് വീണ്ടും അവൻ കയറിയിരുന്നപ്പോൾ ഞാൻ ശബ്ദിച്ചത് നാലാം ആകാശത്തിൽ നിന്നാണ്. പിന്നേതാ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് അവനെ കഥ കഴിച്ചതാണ്. സഹോദരങ്ങളെ, മലക്കല്ലേ സഹായത്തിന് ഇറങ്ങി വന്നത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം മദ്ഹ് ചെയ്ത ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മലക്കിന്റെ പ്രൊട്ടക്ഷൻ ആണല്ലോ. നിങ്ങൾ എത്രയും പ്രതിരോധിച്ചോളൂ. എന്നെ പരിഹസിക്കുന്ന മുശ്രിക്കുകളോട് അതേ നാണയത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഹസ്സാനെ പേടിക്കണ്ട. ഫഇന്നല്ലാഹ അയ്യദക ബിറൂഹിൽ ഖുദ്സി, ജിബ്രീലിന്റെ സഹായം തന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് ശക്തി തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നാക്ക് ശരം, അതിനാണല്ലോ കൂടുതൽ പരിക്ക്. വാക്കുകൊണ്ടുള്ള ശരത്തിനാണല്ലോ കൂടുതൽ പരിക്ക്. അമ്പ് കൊണ്ട് തൊയ്ത്തു വിടുന്ന ശരത്തെക്കാളും അമ്പെത്തിനേക്കാളും അമ്പിന്റെ മുറിയേക്കാളും പരിക്കതിനല്ലേ. അവിടുന്ന് നബിതങ്ങളെ കളിയാക്കി മുശ്രിക്ക് ഒരു പാട്ട് പാടിയാൽ ഇപ്പുറത്തുനിന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടും. മുശ്രിക്ക് കളിയാക്കിയപ്പോൾ ഹസ്സാൻ തങ്ങൾ മറുപടി കൊടുത്തു, ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശിമതുൽ വഫാഉ, ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫിദാകൽ ജസാഉ, ഫഇന്ന അബി വവാലിദതി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, ധാരാളം പദ്യങ്ങൾ ഞാനൊരു 3 ചൊല്ലിയെന്നുള്ളൂ. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ജിബ്രീലിന്റെ സഹായമാണ്. എപ്പോഴും ആ സഹായം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായം. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുന്നു. മലക്കുകൾ വന്നിട്ട് പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ട, പേടിക്കണ്ട, ദുനിയാവിൽ ഒരു വിഷയത്തിനും പേടിക്കണ്ട, വലാ തഹസനു, ദുഃഖിക്കണ്ട, ഭാവിയെ കുറിച്ച് പേടി വേണ്ട, ഭൂതകാലത്തെ കുറിച്ച് ദുഃഖവും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. വബശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, ഒരു വിഷമവും വേണ്ട. മലക്കുകൾ വന്നിട്ട് സന്തോഷം പറയുകയാണ്. മൗത്തിന്റെ നേരത്ത് മലക്കുകൾ വന്ന് സന്തോഷം പറഞ്ഞില്ലേ? അതേ,
മൗത്തിന്റെ നേരത്ത് മലക്കുകൾ വന്ന് സലാം പറഞ്ഞപ്പോ പല മഹത്തുക്കളും സലാം മടക്കിയില്ലേ? മടക്കുന്ന സലാം കുടുംബക്കാര് കേട്ടല്ലോ, കൈകൊടുക്കുന്നത് കണ്ടല്ലോ, ആവർത്തിച്ച് സലാം മടക്കുന്നത് കേട്ടല്ലോ. ആ സമയത്ത് മലക്കുകളെ കാണാനും മലക്കിന്റെ സലാം കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് സംവേദന ശേഷി കൂടുതലാക്കി കൊടുക്കുകയാണ്. എല്ലാവർക്കും ആ സമയത്ത് ശക്തി കൂടുതലുണ്ട്. പക്ഷേ റഹ്മത്തിന്റെ മലക്കുകളെ കാണാനും അവരെ സലാം കിട്ടാനും വല്ലാത്ത സന്തോഷാവസ്ഥ മുഅ്മിൻ അല്ലാഹു തആല നൽകുകയാണ്. ഇതല്ലേ സൂറത്തുൽ വാഖിയയിലും അല്ലാഹു പഠിപ്പിച്ചത്, ഫഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ. നീ ഭാഗ്യവാന്മാരിൽപ്പെട്ട ആളാണെങ്കിൽ, വലത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടാൻ തീരുമാനിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ, ഫസലാമുൽ ലക, നിനക്ക് മലക്കുകൾ വന്ന് സലാം പറയും, മലക്കുകൾ വന്ന് സന്തോഷം പറയും. യാതൊരു പേടിയും നിനക്കുണ്ടാകേണ്ടതില്ല, ഒരു വിഷമവും നിനക്കുണ്ടാകേണ്ടതില്ല. എല്ലാ അർത്ഥത്തിലും മലക്കുകളെ സലാമത്ത് ലഭിക്കും, അവരെ സലാം ലഭിക്കും. എല്ലാ നിലക്കും അവരെ സലാം ലഭിക്കും. എത്ര ആളുകൾക്ക് അങ്ങനെ സലാം കിട്ടിയിട്ടുണ്ട്? ഒരുപാട് മഹാരഥന്മാർക്ക് അങ്ങനെ സലാം കിട്ടിയിട്ടുണ്ട്. മലക്കുകൾ വന്ന് സലാം പറയുമ്പോ സലാം മടക്കിയിട്ടുമുണ്ട്, ഒരു വിഷമമില്ല. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ ധാരാളം ഹദീസ് രേഖപ്പെടുത്തിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭനായ സ്വഹാബി വര്യനാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ഹയാത്തിൽ ശരീരത്തിൽ രോഗം ബാധിച്ച് വീട്ടിന് പുറത്തുള്ള പാത്തിയിലായിരുന്നു മഹാനവറുകൾ കിടന്നിരുന്നത്. പാത്തി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവും, നമ്മളെ കാലയിൽ പശുക്കൾ കെട്ടുമ്പോ അടിയിൽ വിരിക്കുന്ന പലകല്ലേ പാത്തി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പേരാന്ന് എനിക്കറിയില്ല, പാത്തി എന്നറിയില്ല. ആ പാത്തിയിലാ കിടക്കുന്ന, അടിയിലേക്ക് ഇങ്ങനെ ചെലവും ചോരയൊക്കെ ഇങ്ങനെ പോകാൻ, ശരീരത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ പൊട്ടിപ്പോകാൻ. കാണാൻ വേണ്ടി വന്നൊരു കൂട്ടുകാരൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ വല്ലാതെ സങ്കടപ്പെട്ടിട്ട് വിഷമിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, ഈ രോഗം നീ ആ ഇമ്രാൻ ഇബ്നു ഹുസൈന് നീ കൊടുക്കല്ലേ അല്ലാ, നീ അത് പെട്ടെന്ന് തന്നെ മാറ്റിക്കൊടുക്കുക. മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ദ്വാരക്കണ്ട, എന്റെ രോഗം മാറാൻ നിങ്ങൾ ദ്വാരക്കണ്ടേ, എന്റെ രോഗത്തിൽ എനിക്ക് തന്ന രോഗത്തിൽ ഖൈറിന് വേണ്ടി ദ്വാരനാ മതി. എന്തേ കാരണം? നിങ്ങൾ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ കാണുന്നത് ബാഹ്യാർത്ഥത്തിൽ രോഗഗ്രസ്തനായിട്ടല്ലേ? രാവിലെയും വൈകുന്നേരവും 1000 മലക്കുകൾ വന്ന് എനിക്ക് മുസാഫഹത്ത് തരുന്നുണ്ട്, എന്റെ നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട്. നിങ്ങളത് അനുഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ രോഗത്തിൽ അല്ലാഹുവിനോട് ഖൈറ് ചോദിച്ചാൽ മതി. പിന്നെ മഹാനവറുകൾ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യും പോലെ അണുക്കളെ കരിച്ചു കളയുന്ന രൂപത്തിൽ മഹാനവറുകൾ ഒരു ചെറിയ കരിക്കൽ പ്രവർത്തനം നടത്തി. നമ്മൾ കീമോ ചെയ്യാന്ന് പറയും പോലെ ഒരൊറ്റ വാട്ടം അങ്ങനെ ചെയ്തപ്പോ മലക്കുകൾ വരാതെയായി. പിന്നെ ചെയ്തതിന് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലി ഇനി അങ്ങനെ ചെയ്യൂലാന്ന് തീരുമാനിച്ചപ്പോ വീണ്ടും മലക്കുകൾ വരവായി. മലക്കുകളെ വരവിന് എന്തൊരു സന്തോഷമാണ്! സുബ്ഹാനല്ലാഹ്. അങ്ങനെ മലക്കുകൾ വരും, വന്നിട്ടവര് സന്തോഷം പറയും. അതിന് ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നടക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ. അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിച്ച് ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലായി നീങ്ങുമ്പോ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അത് ചെറിയ ഭാഗ്യമല്ല സഹോദരങ്ങളെ. ആ ഇസ്തിഖാമത്തിന് മഹാന്മാര് പഠിപ്പിച്ച മാർഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഹിഫ്ളുൽ ലിസാനി അനിൽ ഗീബത്തിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക, പരദൂഷണം പറയാതിരിക്കുക, ഏഷണി പറയാതിരിക്കുക, നാവിനെ നന്നായി സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതല്ലേ നാവ്? നാവിനെ ഏത് രൂപത്തിൽ സൂക്ഷിക്കണം? നല്ല മസ്ലഹത്ത് തോന്നുന്ന സംസാരമല്ലാതെ സംസാരിക്കാൻ പറ്റൂല.
ഒരു കാര്യം ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയലും പറയാതിരിക്കലും രണ്ടും ഒരുപോലെ വന്നാൽ, അത് പറയലും പറയാതിരിക്കലും ഒരേ അവസ്ഥയിലാണ്. പറയൽ കൂടുതൽ ഖൈറും പറയാതിരിക്കൽ കൂടുതൽ ഖൈറും, പറയൽ ഷർറും അങ്ങനല്ല. അല്ലെങ്കിൽ പറയാതിരിക്കൽ ഖൈറും പറഞ്ഞാ ഷർറും അങ്ങനല്ല. പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഒക്കെ ഒരേപോലെ. എന്നാ പിന്നെ നല്ലത് പറയാതിരിക്കലാണ്. അത് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. എന്നാ പിന്നെ നാവിനെ അവിടെ കേടാക്കാതെ സുന്നത്തായ മാർഗം അവിടെ നാവിനെ പിടിച്ചു നിർത്തലാണ്. വരും കാലത്തെ വിശുദ്ധ റമദാനിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയും അതാണ്. നോമ്പല്ല, നിസ്കാരമല്ല, ഏത് കാര്യങ്ങളും ലെവലിലാകണോ നാവ് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഹലാലായ സംസാരം സംസാരിച്ചു തുടങ്ങും, പിന്നത് എത്തുന്നത് ഒരു പക്ഷേ ഹറാമിലേക്കായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു സൂക്ഷിക്കാൻ പറഞ്ഞത്. നാവിനെ അല്ലാഹു സംവിധാനിച്ചതും അങ്ങനെ തന്നെയാണ്. വേറെ ഒറ്റ അവയവത്തെയും ഇതുപോലെ അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. നാവിനെ സംവിധാനിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ സ്വർണം സൂക്ഷിക്കും പോലെയല്ലേ നാവിനെ സംവിധാനിച്ചത്? ആദ്യം നാവിനെ സൂക്ഷിക്കാൻ ഒരടപ്പ്, താഴെയും മേലെയും ഒരടപ്പ് നൽകി. പിന്നെ ചുറ്റും അതാ 10-28 കാവൽക്കാരെ നിർത്തി. വലിയ കാവൽ ഭടന്മാരാണ്. പല്ലുകൾ പെട്ടെന്ന് പുറത്തേക്ക് വിടരുത്, കാവൽക്കാരുണ്ട്. അതിനിപ്പുറത്ത് ഭദ്രമായ 2 ചുണ്ടും നൽകി. എത്രമാത്രം വേലിക്കെട്ടുകളാണ് നാവിന് നൽകിയത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അവയവത്തെ അല്ലാഹു സുരക്ഷിതമാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം നാവിന്റെ വിനകൾ അത്രയും വലുതാണ്. നാവിനെ സൂക്ഷിച്ചാൽ രക്ഷയാണ്. കഴിവിന്റെ പരമാവധി നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഗീബത്ത് ഇങ്ങനെ പറഞ്ഞ് മനുഷ്യന്മാരവരെ ഇൽമും ഇബാദത്തും മുഴുവനും തുലക്കുകയാണ്. ഏതെങ്കിലും ഒരു വക്ത് ജമാഅത്തിന് പള്ളിയിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് അഥവാ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ കുടിച്ചു കഴിഞ്ഞ് വേഗം അവിടുന്ന് രക്ഷപ്പെടണം, സലാം പറഞ്ഞു. ചിലപ്പോ ചായ കുടിച്ച് കടി തീർന്നിട്ടും അവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പുതിയ കടി വരും. അത് നല്ല കട്ടിയുള്ള മാംസമായിരിക്കും. ചിലപ്പോ രക്തത്തിന് നല്ല രുചി കൂടുതലുണ്ടാവും, ചിലപ്പോ രുചി കുറവുണ്ടാവും, ചിലപ്പോ രുചിയിൽ വിഷം ഉണ്ടാവും, ചിലപ്പോ മാംസത്തിൽ വിഷം ഉണ്ടാവും, വിഷം കലർന്നവും വരും. അപ്പൊ ഈ നിസ്കരിച്ചതടക്കം, ഈ നോമ്പ് നോറ്റതടക്കം ബാത്തിലാവും. അങ്ങനെ ഉണ്ട് ആൾക്കാർ. രാവിലെ പട്ടിണി കടന്നുള്ള വേറെ ആയതുകൊണ്ട് ഉച്ചക്കൊന്നും കൂടുതൽ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് മഗ്രിബിന് നോമ്പ് തുറന്ന ഉടനെ പുറപ്പെടും. എവിടേക്ക്? അങ്ങാടിയിലേക്ക്. എന്നിട്ട് ആ നോമ്പ് മുഴുവനും ബാത്തിലാവും. അതുകൊണ്ടല്ലേ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സ്വാലിഹീങ്ങളെ നോമ്പ് പോലെ നോമ്പാകണമോ? നോമ്പ് തുറന്ന ശേഷം നോമ്പ് തുറന്ന ഓരോരുത്തരും ചിന്തയിലാകണം, ഇന്നെന്റെ നോമ്പിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്, ഇന്നെനിക്ക് കഴിയാകുന്ന എത്ര നന്മകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, എത്ര നന്മകൾ ഉറക്കം കാരണം മടി കാരണം വിട്ടുപോയിട്ടുണ്ട്, നാളത് പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം? അന്നന്ന് കഴിഞ്ഞ നോമ്പിനെ പറ്റി വിലയിരുത്തലാണ് നോമ്പ് തുറന്ന ശേഷം ചെയ്യേണ്ടത്. നല്ല ചിന്തയിലാണ്ടിരിക്കണം. അല്ലാഹുവേ, സുബഹിന്റെ ശേഷം എന്തായിരുന്നു എന്റെ പണി? ഞാൻ മറ്റാളോട് സംസാരിച്ചു, തീർത്തു. ആ സംസാരം നീ പൊരുത്തപ്പെട്ടതാണോ? ആരെങ്കിലും നടുവിൽ ഞാൻ വാരിക്കൂട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ പച്ചറച്ചി തിന്നിട്ടുണ്ടോ? എന്തെങ്കിലും വിഷമമായ സംസാരം സംസാരിച്ചിട്ടുണ്ടോ? ഒന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇല്ലെന്ന് കിട്ടിയാൽ അൽഹംദുലില്ലാ, സന്തോഷമാണ്. പക്ഷേ കൂടുതൽ ഇന്ന് ഇത്തികാഫിരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഓതാൻ കഴിഞ്ഞിട്ടില്ല, ദിക്ർ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, ഹദ്ദാദ് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, നഷ്ടമാണ്. റവാത്തിബ് പോയി, മുഅക്കദായ റവാത്തിബ് തന്നെ പോയി, തീരാ നഷ്ടമാണ്. റമളാനിന്റെ ഒരു പകലങ്ങ് പോയാൽ കർമ്മങ്ങൾ കുറവായിട്ടാണ് നീങ്ങിയതെങ്കിൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ ഒരു കൊല്ലം അമല് ആവർത്തിച്ച് ചെയ്താലും സാധിക്കുകയില്ലല്ലോ. അത്രമാത്രം മഹത്വമില്ലേ ഓരോ പകലിലും ഓരോ രാവിലും നാവിനെ നന്നായി
ശ്രദ്ധിക്കണം, നാവിനെ നന്നായി സൂക്ഷിക്കണം. കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വലിയ വിലയല്ലേ പഠിപ്പിച്ചത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്നത വയുബാഇദുനി മിനന്നാർ. നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്താൻ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. നരകത്തിൽ പോയിട്ട് സ്വർഗ്ഗത്തിലെത്തല്ല, നരകം തൊടാതെ സ്വർഗ്ഗത്തിലെത്തണം. അതാണ് വിജയി. അല്ലാഹു കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അതാണ് ശരിക്കുള്ള വിജയം. മറ്റേതൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഒക്കെ കൂടി കൂട്ടി കൊയമ്പിച്ച് എങ്ങനെയൊക്കെയോ നെട്ടിയതാ. എന്നാ തന്നെ സ്വർഗക്കാർ പോലെ ജഹന്നമികൾ എന്ന് വിളിക്കുന്നുണ്ട്. നരകം തൊട്ട് വന്ന ആൾക്കാര്, നരകത്തിൽ കടന്നു വന്ന ആൾക്കാര്. ശരിക്കുള്ള വിജയം അതാണ്. നരകം തൊടാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. നരകത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടു. നരകം തൊട്ടിട്ടില്ല, നരകം തോണ്ടിയിട്ടില്ല, നരകം കരിച്ചിട്ടില്ല. സ്വർഗപ്രവേശനം സാധ്യമാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവൻ വിജയിച്ചു. അതാണ് വിജയം. ശരിക്കുള്ള വിജയം അതാണ്. ആ വിജയികൾ അല്ലാഹു ചേർത്തി തരട്ടെ. അതുകൊണ്ടാണ് മരിക്കുന്ന നേരത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞാല് ദഖലൽ ജന്ന, സ്വർഗത്തിൽ അവൻ കടന്നുപോയി എന്ന് പറഞ്ഞപ്പോ മഹാന്മാര് പറഞ്ഞു, വിജയിക്കുന്നവരെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞാൽ നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു അമലാണ് മുആദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്, നരകം തൊടാതെ സ്വർഗത്തിലെത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യമായിട്ട് മുആദേ ലഖദ് സഅൽത അൻ അംരിൻ നദീം, വലിയ കാര്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്റഹു അല്ലാഹു തആല അലൈഹി, അല്ലാഹു എളുപ്പം ചെയ്തവർക്ക് ഇത് എളുപ്പമാണ്. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ശിർക്ക് ചെയ്യരുത്, നിസ്കാരം നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം, റമളാൻ നോമ്പ് അനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നന്മയുടെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇത് പ്രധാനപ്പെട്ട തലങ്ങളാണ്. അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ അധ്യായങ്ങൾ പറഞ്ഞു തരട്ടെ. വസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്, നോമ്പ് വല്ലാത്തൊരു സംരക്ഷണമാണ്. വസ്സദഖതു തുത്ഫിഉൽ ഖതിആ, സ്വദഖ ദാനധർമ്മം കുറ്റത്തെ കെടുത്തിക്കളയും. കമാ യുത്ഫിഉൽ മാഉൻ നാർ, തീവെള്ളത്തെ കെടുത്തും പോലെ സ്വദഖ ചെയ്താൽ തെറ്റുകുറ്റങ്ങൾ അണഞ്ഞു പോകും. അല്ലാഹു അത് പുറത്തു തരുമെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ തങ്ങൾ പറയാണ്, വസലാത്തു റജുലി മിൻ ജൗഫിൽ ലൈൽ, അർദ്ധരാത്രിയിൽ ഒരാളെ നിസ്കാരം, അതും നന്മയുടെ വലിയൊരു അധ്യായമാണ്. ഇതിങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവസാനം പറഞ്ഞു, മുആദേ അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലിഹി, ഇതിന്റെ എല്ലാം അടിസ്ഥാനം പറഞ്ഞു തരട്ടെ. പഴയ അർത്ഥപ്രകാരം നാരായ പേര് എന്ന് പറയും. ഏറ്റവും വലിയ അടിസ്ഥാനം, ഈ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ കിട്ടണമെങ്കിലുള്ള അടിസ്ഥാനം പറഞ്ഞു തരട്ടെ. എന്നിട്ട് ഫാഖദ ബിലിസാനിഹി, അവിടുന്ന് നാവ് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ, ഇതിനെ തടഞ്ഞു നിർത്തണം. പ്രതികരിക്കേണ്ട ആവശ്യമില്ലാത്തോടത്തൊന്നും നമ്മൾ പ്രതികരിക്കരുത്. നമുക്കുള്ള ആകെ ഒരു കുഴപ്പതാണ്, എടുത്തു ചാടി പ്രതികരിക്കും. എന്നിട്ട് അവസാനം ചോദിക്കും, ആരെ നിന്നെതിരെ വിളിച്ചത്? എടുത്തു ചാടി അങ്ങോട്ട് മറുപടി പറഞ്ഞ് പ്രതികരിക്കും. അതിനാണല്ലോ ഇന്ന് ഉപകരണങ്ങളൊക്കെ പലരും ഉപയോഗപ്പെടുത്തുന്നത്. ഏതോ ഒരു മൂലയിൽ നിന്നൊരാൾ ശബ്ദിച്ചാൽ അയാളോട് പറഞ്ഞിട്ട് കാര്യമെങ്കിലും മറുപടി പറയണ്ട, പൊട്ടെ, കാര്യമുണ്ടെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നാ അയാൾ പറഞ്ഞ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യമാണെങ്കിലോ ബാക്കിയുള്ളവർ നന്നാകാൻ വേണ്ടി മറുപടി പറയും. ഇത് ഒരു ഫായിദ ഇല്ലാതെ മറുപടി പറയും. അതുകൊണ്ടാണ് കുഫ്ഫ അലൈക ഹാദാ, ഇതിനെ നീ തടഞ്ഞു വെച്ചോ. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്നതിന് ഞങ്ങളെ ശിക്ഷിക്കപ്പെടുമോ? ഞങ്ങൾ ഈ സംസാരിക്കുന്നതിനൊക്കെ ഞങ്ങൾക്ക് ശിക്ഷയുണ്ടോ? സകിലത്തുക ഉമ്മുക, എന്താണ് നിങ്ങൾ ചോദിച്ചത്? വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങളെ നരകത്തിൽ കുത്തിവീഴ്ത്തുന്നത് അവരെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ്?
നാവുകൾ കൊയ്തെടുത്ത വിനകൾ, അതല്ലേ കാര്യമായിട്ട് ജനങ്ങളെ നരകത്തിൽ വീഴ്ത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരം നല്ലോണം നിയന്ത്രിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. നരകത്തിൽ കടന്നിട്ടോ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് ചെമ്പിന്റെ നഖങ്ങളാണ്, ചെറിയ നഖങ്ങളൊന്നുമല്ല. മിഅ്റാജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിഅ്റാജ് നടത്തപ്പെട്ടപ്പോൾ മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസ്, ചെമ്പിനാലുള്ള നഖങ്ങളുള്ള കുറെ ആളുകളെ ഞാൻ കണ്ടു. അവരടുത്തുകൂടെ ഞാൻ നടന്നുപോയി. യഖ്മിസൂന വുജൂഹഹും വസുദൂറഹും, മുഖങ്ങളെ മാന്തി പിളർക്കുന്നു, നെഞ്ചിന്റെ ഭാഗങ്ങളെയും മാന്തി പിളർക്കുകയാണ്. അവനവന്റെ മുഖവും അവനവന്റെ നെഞ്ചും മാന്തി പിളർക്കുന്ന തരത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന നഖങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഈ നഖമല്ല, ചെമ്പിനാലുള്ള നഖങ്ങളാണ്. ഞാൻ ചോദിച്ചു, ഇതാരാണ് ജിബ്രീൽ, കൂട്ടരാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുന്നു, ഹൗലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ മാംസങ്ങൾ ഭക്ഷിക്കുന്നവർ, അവരുടെ ആത്മാഭിമാനത്തിന് ശതമേൽപ്പിച്ചവർ. ഗീബത്തും നമീമത്തും പറയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദുആ എത്ര പെട്ടെന്ന് സ്വീകരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ പറയും, ഓനൊരു പാവാണ്, ഒന്നും മിണ്ടൂല. ആവശ്യത്തിന് മിണ്ടുന്ന ആള്, അതാണ് ഖൈർ. ആവശ്യത്തിന് മാത്രം സംസാരിച്ച് മറുപടി പറയുന്ന ആൾ, അയാൾ നല്ല ആളാണ്. പക്ഷെ നമ്മളെ ദൃഷ്ടിയിൽ അങ്ങനെ, നമ്മളെ ദൃഷ്ടിയിൽ പെരുമ്പറ ഇടണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കോഴിക്കോടും തിരുവനന്തപുരത്തേക്കാൾ ട്രെയിൻ കയറ്റിയാൽ തീരും വരെ സംസാരിക്കാൻ കിട്ടിയ ഒരാളാണെങ്കിൽ നല്ല ആളാണ്. എന്താണ് അയാൾ പറയുന്നത്? ആ പറഞ്ഞോണ്ട് വല്ല ഫായിദയുണ്ട്, എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടവും ഇല്ല. ഇങ്ങനെ പറയുകയല്ലേ. നിങ്ങൾ നോക്കൂ, എത്രയാണിത് വർദ്ധിച്ചിരിക്കുന്നത്. എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു ആരാധനയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ടോ? ഉമ്മമാരെ കല്യാണ വീട്ടില് ക്യാഷ് കൊണ്ടുപോയി സഹായത്തിന് കൊടുത്തതിൽ വല്ല കൂലിയും പ്രതീക്ഷിക്കാനുണ്ടോ? ഇല്ല. അവിടെയും ഒന്ന് രണ്ടാളെ വലിച്ചിട്ടുണ്ട്. വേറെ ആൾക്ക് മകളെ കല്യാണത്തിന്, സഹായത്തിന്, രോഗത്തിന്, ചികിത്സക്ക് നമ്മൾ സഹായം കൊണ്ടുപോയി കൊടുത്ത ഒരാൾ, 10,000 രൂപ കൊണ്ടുപോയി കൊടുത്ത ഒരാൾ, അതൊക്കെ വലിയ ആശ്വാസമായി. കുറച്ചു നേരം നമ്മളെ ആളടുത്ത് ഇങ്ങനെ ഇരുന്നു, ഒരു ആശ്വാസത്തിന് വേണ്ടി ഇരുന്നതാണ്. അപ്പൊ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഇങ്ങനെ കയറി വന്നു. അപ്പോഴേക്ക് 10,000 ഒക്കെ പോയി. ഈ 10,000 ഒക്കെ ഓല അക്കൗണ്ടിൽ എത്തിപ്പോയി. നമ്മൾ അറിയാതെ അവർ അക്കൗണ്ടിൽ എത്തിപ്പോയി. ഒരു സദസ്സിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ഒരാളെ പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ നബി തങ്ങൾ എത്ര ഭാഷയിൽ പ്രതികരിച്ചു. ഒരഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാനുള്ള ആൾക്കാരെവിടെ? നിങ്ങൾ നോക്ക്. പിന്നെല്ലാവരും അതിൽ സഹകരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കല്യാണത്തിന് വന്ന ആൾക്ക്, ക്ഷണിച്ച ആൾക്ക് കൂലി കിട്ടണം. ഭക്ഷണം കഴിക്കുന്ന നമുക്കോ സന്തോഷം കിട്ടണം. ആർക്കും ഇല്ലാതെയായി പോയി. ആ രൂപത്തിലല്ലേ ഏതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, മഹാന്മാരൊക്കെ എണീറ്റ് പോയ സന്ദർഭമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എണീറ്റ് പോയില്ലേ? ഭക്ഷണം കഴിക്കാൻ വന്നിരുത്തേടത്ത് ദൈവത്തിന്റെ ഒരു ചൊയ വന്നപ്പോ, ഒരു സംസാരം വന്നപ്പോ എണീറ്റ് പോയി. അതുകൊണ്ടാണ് കാര്യമായി നാവിനെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ആരാധനക്ക് സൗന്ദര്യം ലഭിക്കാത്തത്. നാവിനെ നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കണം. എല്ലാ ദിവസവും രാവിലെ അസ്ബഹ ബിനു ആദം വല്ലഅളാഉ കുല്ലുഹാ തുകഫിറുൽ ലിസാൻ, നേരം വെളുക്കുമ്പോ എല്ലാ അവയവങ്ങളും നാവിനോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട്. നാവത് കേൾക്കാണെങ്കിൽ ബാക്കിയൊക്കെ റെഡിയാണ്. നാവേ, നീ നേർക്കാണോ? നീ ഇസ്തിഖാമത്തിലാ? ഞങ്ങളൊക്കെ നേരാണ്. കയ്യും നേരാണ്, കാലും നേരാണ്, ഒക്കെ നേരാണ്. നീ വളഞ്ഞിട്ടാ? ഞങ്ങളൊക്കെ വളഞ്ഞിട്ടാ. ഇത് എന്നും പറയുന്നുണ്ട്, എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവയവങ്ങൾ എത്രമാത്രം ശരിവെച്ചിട്ടുണ്ട്, ഇതെത്രമാത്രം വലിയ മോശമാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നീളം കൂടുതലായ ഒരു പെണ്ണ് വന്നു. കുറച്ച് നീളം പരിധിയേക്കാൾ കൂടുതലുണ്ട്.
ആ പെണ്ണ് വന്ന് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നല്ല നീളമുള്ള പെണ്ണാണല്ലോ. സാധാരണ പറയില്ലേ, നല്ല നീളമുണ്ടല്ലോ പെണ്ണ്. ഉടനെ നബി തങ്ങളെ മറുപടി, തുപ്പിക്കളയൂ ആയിഷ, ഗീബത്ത് തുപ്പിക്കളയൂ. ആയിഷ റളിയല്ലാഹു അൻഹ തുപ്പിയപ്പോൾ ഫലഫലത്തെ മുൽഗതം മിൻ ലഹ്മ, ഒരു മാംസപിണ്ഡമാണ് തുപ്പിക്കളഞ്ഞത്, ഒരു മാംസ കഷ്ണമാണ് തുപ്പിയിട്ട് പോന്നത്. എന്താണത്? ഇപ്പറഞ്ഞതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, മാ ഖുൽതു ഇല്ലാ മാ ഫീഹാ, ആ പെണ്ണിലുള്ളൊരു കാര്യമല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദക്കർതി ഖുബ്ഹ മാ ഫീഹാ, ഉള്ളതന്നെ, പക്ഷെ അത് മോശമാകുന്ന രൂപത്തിലല്ലേ പറഞ്ഞത്, മദ്ഹല്ലല്ലോ പറഞ്ഞത്. ഉള്ളത് പറയലാണ് സഹോദരങ്ങളെ ഗീബത്ത് എന്നത്. അത് പറയുന്ന ഭാഷ ശരിയല്ലാതിരുന്നാൽ ഗീബത്തായി. ഉള്ളത് തന്നെയാ പറയുന്നത്, പക്ഷെ പറയുന്നത് ശരിയില്ല. നിങ്ങൾ നോക്ക്, ഒരാള് നല്ല ഇൽമുള്ള ആളാണ്, ആ ഇൽമുള്ള ആളെ പറ്റി ഓനൊക്കെ ആലിമാണെങ്കിൽ ഞാൻ വലിയ ആലിമാണ് എന്നൊരാൾ പറയാണ്. ഒരാളടുത്ത് തെറ്റ് കണ്ടപ്പോ ഓനൊക്കെ ആലിമാണെങ്കിൽ ഞാൻ അല്ലാമേണ് എന്ന് പറയാണ്, ഞാൻ അതിനേക്കാളും വലിയ പണ്ഡിതനാണ്. ഈ പറഞ്ഞത് ഗീബത്താണ്. നമുക്കെന്താ തോന്നിയത്? ഗീബത്തായി തോന്നിയോ? ഉള്ളത് പറഞ്ഞാ മതി, പക്ഷേ ശരിയല്ല പറച്ചിലെങ്കിൽ അത് ഗീബത്താണ്. ആരെയും പറയാൻ പെർമിഷൻ ഇല്ല. ചില സന്ദർഭങ്ങളിലുണ്ട്, അതൊഴിച്ച് മറ്റുള്ളതിലൊന്നും പറ്റൂല. അവിടെ തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നിയ്യത്ത് നന്നാക്കിയെങ്കിലേ ഗീബത്താകാതിരിക്കുള്ളൂ, ഗീബത്താവും. ഇപ്പൊ മകനെ പറ്റി 10-22 വയസ്സായ മോനെ പറ്റി ബാപ്പ വന്ന് ഉസ്താദിനോട് പറയാണ്, ഉസ്താദ് നിങ്ങൾ പഠിപ്പിച്ച മോനാണ് എന്റെ മോൻ, നിങ്ങൾ പറഞ്ഞാൽ കുറച്ചൊക്കെ കേൾക്കും, മോനിപ്പോ പറ്റ മോശമായിട്ടുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു നന്നാക്കണം. ഇതിപ്പോ ബാപ്പ ഉസ്താദിനോട് പറയുന്ന റെക്കമെൻഡിന് വേണ്ടിയാണ്. ഇപ്പറഞ്ഞ പറച്ചിൽ നിയ്യത്ത് നന്നാക്കിയിട്ടില്ലെങ്കിൽ ഗീബത്താണ്. നിങ്ങൾ നോക്കി എത്രയാണ് ഇതിന്റെ ഗൗരവം. ബാപ്പ നന്നാകാൻ വേണ്ടി ബാപ്പാനോട് ഉസ്താദിനോട് ബാപ്പാനെ ഉപദേശിക്കാൻ വേണ്ടി മോൻ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ നിങ്ങൾ ഭാര്യനോട്, എന്റെ ഭാര്യ അടക്കങ്ങളെ ക്ലാസ്സിൽ വരുന്നുണ്ട്, ഭാര്യക്ക് വരുമ്പോ നിങ്ങളൊരു ഉപദേശം കൊടുക്കണം. 1-2 പ്രശ്നങ്ങളിൽ കുറച്ച് ബാക്കിലാണ്. നിങ്ങളെ ക്ലാസ്സിന് സ്ഥിരമായിട്ട് എന്റെ ഭാര്യ വരാറുണ്ട്, 1-2 പ്രശ്നങ്ങളിൽ ബാക്കിലാണ്. എപ്പോഴും ദുഹർ അങ്ങോട്ട് അസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഖള ആയിട്ടേ നിസ്കരിക്കുള്ളൂ. നിങ്ങൾ അതിന്റെ ഗൗരവമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പറയുന്ന ഭർത്താവ് ഇത് പറയുന്നത് നല്ല ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ എത്രയാ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അള്ളാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. പറയുന്ന ആളോട് ആ ഭാഷ പറയണ്ടെന്ന് പറഞ്ഞാൽ മതി. അത് പറയണ്ട, അതിവിടെ പറയണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞു. അത് പറയാൻ ആരാളുള്ളത്? അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളിൽ ഒരു ഉപദേശം കാണാം, മോനെ നിന്റെ കൂട്ടുകാരെ കണ്ടാ നീ സലാം പറയണം. സലാം മടക്കിയെങ്കിലേ അവരെ കൂടെ ഇരിക്കാവൂ, അല്ലെങ്കിൽ ഇരിക്കരുത്. കാരണം സലാം മടക്കുന്നില്ലെങ്കിൽ അവർ നീ ഉദ്ദേശിച്ച നല്ല കൂട്ടുകാരല്ല. സലാം മടക്കുന്നതിന് പകരം വേറെന്തെങ്കിലും തെറിവാചകങ്ങളാണോ പറഞ്ഞത്, നീ ഇരിക്കണ്ട, നീ വിട്ടേക്കണം. സലാം മടക്കിയിട്ട് നീ അവരെ കൂടെ ഇരുന്നാൽ, സംസാരത്തിന്റെ ദിശ തെറ്റിപ്പോയാൽ, മറ്റുള്ളവരെ വല്ലതും അവർ പറയുന്നതോ ചീത്ത പറയുന്നതോ പരിഹസിക്കുന്നതോ അനാവശ്യം പറയുന്നതോ ഗീബത്ത് പറയുന്നതോ കേൾക്കാൻ ഇടവന്നാൽ ഉടനെ എഴുന്നേറ്റ് സലാമത്താകണം. പിന്നൊരു സെക്കൻഡ് അവിടെ ഇരിക്കരുത്. ഇത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകന് കൊടുത്തൊരു ഉപദേശമാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതല്ലേ, സൂക്ഷിക്കേണ്ടതല്ലേ. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ, ഒരു ഖുതുബിയത്ത് കഴിഞ്ഞാൽ, ഒരു മൗലിദ് കഴിഞ്ഞാൽ ആരെ പറ്റിയ ചർച്ച? വരാത്ത ആളെ പറ്റി ചൊല്ലിയ മൗലിദൊക്കെ. നമ്മളെ മറ്റേ ആളെ കണ്ടില്ലല്ലോ, ആരെ പേരും ഞാൻ പറയുന്നില്ല, ചിലപ്പോ ആ പേരുണ്ടായാലോ. ഫുലാനെ കിട്ടുള്ളൂ, ഫുലാന് പിന്നെ ഫുലാൻ, അയാളെ കണ്ടില്ലല്ലോ. അങ്ങനത്തെ പേര് ആർക്കും ഉണ്ടാവില്ലല്ലോ. ഇനി അതും ഉണ്ടാകുമോ പഠിച്ചോനെ? ഫുലാന് പിന്നെ ഫുലാനെ കണ്ടില്ല, അയാൾ എന്തേ കാണാതിരുന്നത്? അപ്പൊ ഒരാള് പറഞ്ഞു, അയാൾ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടും വന്നിട്ടില്ല. വേറെ ആള് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഞാൻ എന്റെ വീട്ടിലേക്കും വിളിച്ചിരുന്നു, വന്നില്ല. അയാള് ശൂന്യല്ലാൻ തോന്നുന്നുണ്ട്. എല്ലാരും വിധി. സത്യത്തിൽ ആ 3 ദിവസവും അയാൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം വിളിച്ച ആള് വിളിച്ചിട്ട് വരാതിരുന്നത് അയാളുടെ ബാപ്പയുടെ സഹോദരൻ ഹോസ്പിറ്റലിലായിട്ട് പരിചരിക്കാൻ ആരുമില്ലായിട്ട് അവിടെ. നല്ല പണിയിലല്ലേ? അയാൾ നിൽക്കുന്നോട്ട് നിന്നാ മതി, കൂലി അങ്ങനെ കിട്ടിക്കോളും. രണ്ടാമത്തെ ആള് വീട്ടിലേക്ക് വരാതിരുന്നതോ
അതിന്റെ 2 ദിവസം മുമ്പ് കല്യാണത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തി ക്ഷീണം കാരണം ഈ പരിപാടിക്ക് വരണുണ്ടെന്നായിരുന്നു. പക്ഷെ ക്ഷീണം കൊണ്ട് അയാൾ ഇശാ നിസ്കരിച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോയി, വരാൻ കഴിഞ്ഞില്ല. അയാള് പ്രതിബന്ധമുള്ള ആളാണ്. 3-ാമത്തെ ദിവസവും അയാൾക്ക് തന്നെ രോഗമായിട്ടാ വരാതിരുന്നത്. അപ്പൊ പറഞ്ഞവരെവിടെത്തി? നമ്മളെ വിധി എഴുത്ത് എവിടെ എത്തി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാനിത് വെറുതെ പറയല്ല, എല്ലാ സംഗതികളിലും ഏതിനാ കൂലി ഉണ്ടാകാൻ, ഏതിനാ പ്രതീക്ഷിക്കാൻ നോക്കുള്ളൂ. അതുകൊണ്ട് നല്ല കരുതലോടെ നീങ്ങണം. ഇസ്തിഖാമത്തിന്റെ വഴി ചെറുതല്ല, വലിയ വഴിയല്ലേ. അതുകൊണ്ടാണ് ദുന്നൂനുൽ മിസ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ചില മഹാന്മാരൊക്കെ എത്ര സൂക്ഷ്മതയിലാ നടത്തിയത്. അബുൽ ലൈസുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടപ്പോ 2 ദിർഹം കീശയിലിട്ടിട്ട് മഹാനവറുകൾ പറഞ്ഞു, മക്കയിലേക്കുള്ള റൂട്ടിൽ പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഞാൻ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞാൽ ഈ 2 ദിർഹം ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ 2 ദിർഹം കീശയിലുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തേ 2 ദിർഹം നിങ്ങൾ ബാക്കി വെച്ചത്? ഒന്നുമല്ല, ഗീബത്ത് പറഞ്ഞാൽ ഈ 2 ദിർഹം ചെലവഴിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ ഇത്രയും ഗൗരവത്തോടെ പറയാൻ കാരണം, ലഅൻ അസ്നിയ 100 മറ അഹബ്ബു ഇലയ്യ മിൻ അൻ അഗ്താബ മറതൻ വാഹിദ. 100 സ്ത്രീകളെ വ്യഭിചരിക്കുന്നത് ഒരു പ്രാവശ്യം ഗീബത്ത് പറയുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമാണ്. ഗീബത്തിന്റെ ഗൗരവം അത്ര വലുതാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്ത് സിനയേക്കാൾ ഗൗരവമുള്ളതാണ്. നിങ്ങൾ നോക്ക്, സിന ചെയ്യൽ ഹലാലാണല്ല അതിന്റെ അർത്ഥം. സിനയേക്കാളും ഗൗരവമാണ് ഗീബത്ത്. സിന ചെയ്ത വ്യക്തി ഖാലിസായ തൗബ ചെയ്താൽ അല്ലാഹു തആല അവന് പൊരുത്തപ്പെട്ടു കൊടുക്കും. അത്രത്തിൽ നല്ല തൗബ വേണം. ഗീബത്ത് പറഞ്ഞവൻ തൗബ ചെയ്തതുകൊണ്ട് മാത്രം പൊരുത്താകൂല. പറയപ്പെട്ട ആളെ പൊരുത്തപ്പെടിച്ച് അയാൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. വാക്കുമുഖേനയോ മറ്റോ പൊരുത്തപ്പെട്ടു കൊടുത്താലേ അയാളെ തൗബ അല്ലാഹു സ്വീകരിക്കൂ. എത്രമാത്രം ഗൗരവമുണ്ട്. ഒരു ഫഖീഹിനെയാണോ ഞാൻ ഗീബത്ത് പറയുന്നത്? എന്നാൽ മഹാനവർകൾ പറഞ്ഞു, അബുൽ ലൈസുൽ ബുഖാരി തങ്ങൾ, ഒരു ഫഖീഹിനെ ഗീബത്ത് പറഞ്ഞാൽ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരും. ഒരു പണ്ഡിതനെയാണ് ഗീബത്ത് പറയുന്നത്. എന്നൊക്കെ സർവ്വവ്യാപകമാണ്. പണ്ഡിതന്മാരെ ഗീബത്ത് പറയാനും മൂല്യന്മാരെ വേഷം കെട്ടിയ ആൾക്കാരും കാണാം. സജീവാണ്. അതും സ്വകാര്യ റൂമിലല്ല, ഓപ്പൺ ആയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ കേട്ടുപോലും പറഞ്ഞ ഗീബത്ത്. അത്ര ആൾക്കാരുണ്ടെന്ന് അടിച്ചു നോക്കി നിങ്ങൾ. ആ പേരുള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണാം, എല്ലാരും കാണാം. ഒരു പണ്ഡിതനെയാണോ ഗീബത്ത് പറഞ്ഞത്? നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിയിൽ ഒരു എഴുത്തുണ്ടാകും. ഖിയാമത്ത് നാളിൽ വരുമ്പോ, ഐസും മിൻ റഹ്മത്തില്ലാ, ഇവൻ അള്ളാന്റെ അനുഗ്രഹം പ്രതീക്ഷിക്കേണ്ടതില്ല, ഇവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശപ്പെട്ടവനാണ്. അതേ, ഒരു നബിയെ ആണോ ഗീബത്ത് പറഞ്ഞത്? എന്നാൽ കാര്യമില്ലാതെ ഹക്കില്ലാതെ ഒരു മനുഷ്യനെ കൊന്നതുപോലെയാ. അബുൽ ലൈസുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ വാക്കാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, നാവിനെ സൂക്ഷിക്കണം. അതിന്റെ വലിയൊരു മാർഗമാണിപ്പോ. എല്ലാ സന്ദർഭത്തിലും നമ്മൾ സൂക്ഷിക്കണം. ആ നാവിനെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഖൽബിനെയും സൂക്ഷിക്കാൻ കഴിയും. ഒരു മാർഗം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. കണ്ടില്ലേ നിങ്ങൾ, മനസ്സിന്റെ ചിന്ത മാറുമ്പോഴേക്ക് മഹാന്മാരുടെ ഇബാദത്തിന്റെ ആത്മരസം നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ പറഞ്ഞാലുള്ള അവസ്ഥ എന്താകും? മനസ്സിന്റെ ചിന്ത മാറുമ്പോഴേക്ക് വലിയ വലിയ മഹാന്മാരുടെ ഇബാദത്തിന്റെ ലദ്ദത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ നമ്മുടെ ഇബാദത്തിന് ലദ്ദത്ത് തന്നെ ഇല്ലല്ലോ. പിന്നെ ബാക്കി എന്തെടുക്കാനാണ്? ചിന്തിച്ചാലല്ല, പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ലേ. ബഹുമാനപ്പെട്ട സയ്യിദു ത്വായിഫ അബുൽ ഖാസിമുൽ ജുനൈദിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ ഒഴിവുള്ള കസേരയിലേക്കൊന്ന് മുന്നോട്ട് കയറിയിരുന്ന അവിടെയുള്ള ആളുകളൊക്കെ ഒന്ന് കയറിയിരിക്കുന്ന നേരത്തെ മിസ്ബാഹ് ഉസ്താദ് പറഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടികളിലേക്ക് അതെ, മൗലിദ് ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും മുന്നോട്ട് കയറിയിരിക്കും. അല്ലാഹു നമുക്ക് കൂലി എത്തി തരട്ടെ. എന്നാ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ബാക്കിൽ വന്നിരിക്കാൻ നല്ല സുഖം ഉണ്ടാകും. ഈ ഒഴിവുള്ള കസേരകളിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കയറിയിരിക്കും. മൗലിദ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ബഹുമാനപ്പെട്ട അജ്മീർ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്, അവരെ ബറക്കത്തും അവരുടെ മദതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന
എല്ലാ ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, എറണാകുളം, വയനാടൊക്കെ ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ വരവും ഈ ഒത്തുകൂടലും ഈ മഹാന്മാരുടെ നേതൃത്വത്തിലുള്ള സംഗമവും പ്രാർത്ഥനയും വലിയ വലിയ ഉസ്താദുമാരെ നമ്മളെ ഉപദേശിച്ചതും ഇനി ഉപദേശിക്കുന്നതും ദ്വാരക്കുന്നതും ഒക്കെ അള്ളാഹു ഖബൂലാക്കി തരട്ടെ. ഞാൻ ഒറ്റ സംഭവം പറയേണ്ട വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ പ്രഗത്ഭനായ സൂഫി വര്യനാണ്. മഹാനവറുകൾ ഒരു ദിനം ബഗ്ദാദിലെ ഷൗനിസിയ പള്ളി, ആ പള്ളി പരിസരത്താണ് ധാരാളം മഹത്തുക്കൾ അന്തിയുറങ്ങുന്നത്. സിയാറത്തിന് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഷൗനിസിയ പള്ളിയുടെ പരിസരങ്ങളിൽ ധാരാളം മഹാന്മാരുണ്ട്. ആ പള്ളി പരിസരത്ത് മഹാനവറുകൾ ഇരിക്കുകയാണ്. പള്ളിയുടെ മുറ്റത്ത് ഒരു ജനാസ കൊണ്ടുവരുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളൊക്കെ പള്ളിയിൽ പോയി കാത്തിരിക്കാറുണ്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ മഹാനവറുകൾ കാണുന്നൊരു ദൃശ്യം, ഒരു യാചകൻ കൈ നീട്ടിയിട്ട് എല്ലാവരും അങ്ങനെ കാശ് കൈ നീട്ടി വാങ്ങുന്നു. യാചകന് കിട്ടുന്ന കാശൊക്കെ ഹലാലായ കാശായിരിക്കും. കാരണം അത്രയും പൊരുത്തുള്ളവരെ കൊടുക്കും, അല്ലാത്തവരാരും കൊടുക്കൂല. നല്ലോണം കൊടുക്കണമെന്ന് റാഹത്തുള്ളവരല്ലേ കൊടുക്കുള്ളൂ, അല്ലാത്താരും കൊടുക്കും, ആരും കൊടുക്കില്ല. നല്ലോണം ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ നല്ല നീയത്തോടെ കൊടുക്കും. കൊടുക്കണ്ട തീരുമാനിച്ചാൽ എന്തോ ഞാൻ കൊടുക്കൂല. അങ്ങനെ ഇങ്ങനെ കൈ നീട്ടി യാചിക്കുമ്പോ മഹാനവറുകളുടെ മനസ്സിലൊരു ചിന്ത, നമ്മളെ മനസ്സിലൊക്കെ എപ്പോഴും വരുന്ന ചിന്തയും. മഹാനവറുകൾ ചിന്തിച്ചു, ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹലാലായ ജോലി എടുത്തിട്ട് കുടുംബം പോറ്റിക്കൂടെ, ഇങ്ങനെ യാചിക്കാൻ നടക്കണോ എന്നൊരു ചിന്ത. തൊള്ളോണ്ട് പറഞ്ഞല്ല, മനസ്സോട് ചിന്തിച്ചതാണ്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നു. അന്ന് രാത്രി മഹാനവറുകൾ പതിവ് പോലെ ചെയ്യുന്ന ഇബാദത്തുണ്ട്, നിസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഔറാദുകളുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, കരച്ചിലുണ്ട്. പക്ഷേ ഒന്നിനും താല്പര്യം വരുന്നില്ല. നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴേക്ക് ഉറക്കം വരികയാണ്. മനസ്സിന് മരവിച്ചു പോയാൽ നിസ്കരിക്കുമ്പോ ഉറക്കം വരും. ചില ഹതഭാഗ്യരായ ആൾക്കാര് തറാവീഹിൽ ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? മനസ്സ് മരവിച്ചു പോയാൽ ദിക്റിലും അങ്ങനെ തന്നെയാണ്, ഉറക്കം വന്നു പോകും. ക്ഷീണം കൊണ്ടുള്ള ഉറക്കല്ലാതെ പിന്നെ ഉതിറുള്ളതല്ലേ. ഇത് നന്നായി ഭക്ഷണം കഴിച്ചാൽ മനസ്സിലൊരു മടുപ്പ് വരികയാണ്, ശരീരത്തിന് മടിയും വരികയാണ്, ഉറക്കം തൂങ്ങുകയാണ്. 20 റക്അത്തും ഉറക്കം തന്നെ. അങ്ങനെ റമളാനെ നീക്കിയിട്ടൊരു കാര്യമില്ല, ഒരു കാര്യമില്ല. വെറുതെ നിൽക്കാൻ അതിനേക്കാൾ നല്ല ഉറങ്ങലാണ്. എന്തിനാണ് അള്ളാനെ കളിയാക്കാൻ വേണ്ടിയാ നൃത്തം? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് സലാം വീട്ടി ദ്വാരക്കാൻ നോക്കുമ്പോഴേക്ക് ഉറക്കം തൂങ്ങാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നോക്കുമ്പോ മനസ്സിൽ റാഹത്ത് വരുന്നില്ല, കരച്ചിൽ തീരെ വരുന്നില്ല. ഉറക്കം തൂങ്ങുമ്പോ പിന്നെയും പോയി ഉളു എടുത്ത് വരുന്നു, പക്ഷേ പിന്നെയും അങ്ങനെ തന്നെ. മഹാനവറുകൾ ഉറക്കം തൂങ്ങി ഒരു ഭാഗത്തേക്ക് അങ്ങ് കിടന്നു. ആ കിടന്ന കിടത്തത്തിൽ കാണുന്ന കാഴ്ച, വലിയ വലിയ മഹാന്മാരതാ മഹാനവറുകളെ സവിധത്തിലേക്ക് വരുന്നു. അപ്പോൾ അവരെ മുന്നിലുണ്ട് പകല് സമയത്ത് ഭിക്ഷാടനം നടത്തിയ പാവപ്പെട്ട മനുഷ്യൻ. ഈ മഹത്തുക്കളെ മുന്നിലുണ്ട്. അവരെല്ലാവരും ആ മഹാനെ മുന്നോട്ട് നിർത്തിയിട്ട് പറയുന്നു, എന്നോട് പറയാണ്, ജുനൈദേ കുല്ലഹ്മഹു, ഇയാളെ ഇറച്ചി നല്ലോണം തിന്നോളൂ. കുല്ലഹ്മഹു, ഇയാളെ ഇറച്ചി നിങ്ങൾ തിന്നോളൂ. ഫഖദ് ഇഗ്തബ്തഹു, നിങ്ങൾ അയാളെ ഗീബത്ത് പറഞ്ഞില്ലേ? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഞാനൊന്നും നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. മനസ്സിലൊരു വിചാരം വന്നപ്പോഴേക്ക് മഹാന്മാര് കൊടുക്കുന്ന പ്രതികരണം നോക്ക് നിങ്ങൾ. ഇബാദത്തിന്റെ സുഖം നഷ്ടപ്പെട്ടത് നോക്ക്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആ മഹാനെ കാണുന്നത്, ഭിക്ഷ നടത്തി ജീവിക്കുന്ന മഹാനെ കാണുന്നത് നാട്ടിൽ തന്നെ ഒരു തോട്ടത്തിലായിട്ടാണ്. പാതിരാത്രിയിൽ തന്നെ മഹാനവറുകൾ വീട് വിട്ടിറങ്ങിപ്പോയി. പോയി നോക്കുമ്പോ കണ്ടാതെ തോട്ടത്തില് അത്താഴത്തിന്റെ നേരത്ത് ദിക്റും ചൊല്ലിയ മഹാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആര്? തലേ ദിവസം ഷൗനീസിയ പള്ളിയുടെ മുൻവശത്ത് ഭിക്ഷാടനം നടത്തിയ മഹാൻ. സലാം പറഞ്ഞപ്പോ കണ്ട ഉടനെ തന്നെ എന്നോട് ചോദിച്ചു, യാ അബുൽ ഖാസിം അതഊദ്, ഓ അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ഇനി ആവർത്തിക്കുമോ? പേര് ഞാൻ പറഞ്ഞിട്ടില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇനി ആവർത്തിക്കുമോ? ഇല്ല ഇല്ല, ഇനി ആവർത്തിക്കുകയില്ല. എന്ത്? ഗീബത്ത് പറഞ്ഞതല്ല, മനസ്സിൽ നിങ്ങൾക്കൊരു ചിന്ത വന്നില്ലേ? ആ ചിന്ത നിങ്ങളെ പോലത്തെ വരാൻ പാടില്ല. പൊരുത്തപ്പെട്ടു തരണേ, ഇനി ഞാനങ്ങനെ ചിന്തിക്കൂല. ഒരു
തെറ്റിദ്ധാരണ മനസ്സിൽ വന്നപ്പോഴേക്ക് ഇബാദത്തിന്റെ ആത്മരസം നഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മൾ നന്നായി ചിന്തിക്കണം. മനസ്സും ശരീരവും നാവും ഒക്കെ നന്നാക്കി നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മജ്ലിസ് അതിന് വലിയ കാരണമാക്കി അള്ളാഹു കബൂലാക്കി തരട്ടെ. ഖജാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇവിടെ വന്നൊരുമിച്ചു കൂടിയ മുഴുവൻ സഹോദരി സഹോദരന്മാരുടെയും ഈ പരിപാടിക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതേ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. ഖജാ തങ്ങളുടെ മദദ് കൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ.